ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം നമസ്കാരം. താങ്ക് യു വെരി മച്ച്. വരൂ, ആപ്കി അദാലത്തിലെ ഇന്നത്തെ വിചാരണ നമുക്ക് തുടങ്ങാം. ഇന്ന് നമ്മളോടൊപ്പം പങ്കുചേരാൻ പോകുന്നത് ഇന്ത്യയിലെ മോസ്റ്റ് സീനിയറായിട്ടുള്ള ഒരു ലീഡറാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ വളരെ സീനിയറായിട്ടുള്ള ഒരു നേതാവാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ ആർമിയിൽ, അതായത് ഇന്ത്യൻ എയർഫോഴ്സ്, നേവി, ആർമി, ഡിഫൻസ് സെക്ടറിൽ വളരെ പോപ്പുലറാണ്. ദേശത്തിന്റെ സംരക്ഷണം ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ കയ്യിലാണ്. പ്ലീസ് വെൽക്കം ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ്. ആപ്കി അദാലത്തിൽ ഇന്ന് ഞാൻ അടുത്തതായി ക്ഷണിക്കാൻ പോകുന്നത് നമ്മുടെ ഇന്നത്തെ ജഡ്ജിയെയാണ്. അദ്ദേഹം വളരെ ഫേമസ് ആയ ജേർണലിസ്റ്റാണ്, പ്രദീപ് സിംഗ്. ഇന്നത്തെ നമ്മുടെ ആപ്കി അദാലത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഈ വിചാരണ തുടങ്ങുന്നതിന് ഇന്നത്തെ നമ്മുടെ ജഡ്ജിയുടെ അനുവാദം ആവശ്യമാണ്. അത് ചോദിക്കാം. കോടതിയുടെ വിചാരണ തുടങ്ങാം. വരൂ, ഇന്നത്തെ വിചാരണ നമുക്ക് തുടങ്ങാം. ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്ററായ രാജ്നാഥ് സിംഗിന്റെ മേൽ ചുമത്തപ്പെട്ട ആദ്യത്തെ കുറ്റാരോപണം. ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗിന്റെ മേൽ ചുമത്തപ്പെട്ട ആദ്യത്തെ കുറ്റാരോപണം ഇദ്ദേഹം തന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ വളരെ രഹസ്യമായി വെക്കുന്നു എന്നുള്ളതാണ്. ഇതാ നോക്കൂ സർ, താങ്കളുടെ ചൈൽഡ്ഹുഡിനെ കുറിച്ചും കുട്ടിക്കാലത്തെ കാര്യങ്ങളെക്കുറിച്ചും താങ്കളുടെ ജീവിതത്തെക്കുറിച്ചും ഒന്നും തന്നെ എവിടെയും പറഞ്ഞിട്ടില്ല. ഇന്ന് ആപ്കി അദാലത്തിൽ അത് പറയുമെന്ന് വിശ്വസിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. താങ്കളൊരു ഫിസിക്സ് സ്റ്റുഡന്റ്, ബ്രില്യന്റ് സ്റ്റുഡന്റ്, അതെല്ലാം സത്യം തന്നെയാണ്. പക്ഷേ താങ്കൾ ക്ലാസ് കട്ട് ചെയ്ത് സംഘത്തിന്റെ പ്രവർത്തിക്ക് വേണ്ടി പോകുമെന്ന് ഞാൻ കേട്ടു. സത്യമാണോ? അതെ, പോകാറുണ്ടായിരുന്നു. ഞാൻ 9th പഠിക്കുന്ന സമയത്ത്, ആ സമയത്ത് ഞാൻ RSSന്റെ സർവീസ് ക്യാമ്പിലേക്ക് പോവാറുണ്ടായിരുന്നു. ഞാൻ വോളണ്ടിയറായിട്ട് വർക്ക് ചെയ്യും. താങ്കൾ ടീച്ചറായതിനു ശേഷം, ലെക്ചറർ ആയതിനു ശേഷം വളരെയധികം സ്ട്രിക്റ്റ് ആയെന്ന് കേട്ടു. അല്ല, അങ്ങനെയൊന്നുമല്ല. ആ സമയത്ത് ഞാൻ എടുക്കുന്ന ക്ലാസുകൾ, സ്ഥിരമായി ക്ലാസ്സിലേക്ക് വരാത്ത കുട്ടികൾ പോലും എന്റെ ക്ലാസ് നടക്കുന്ന സമയത്ത് എല്ലാവരും ക്ലാസ്സിൽ ഹാജരായിട്ടുണ്ടാവും. മുഴുവൻ കുട്ടികളും ക്ലാസ്സിലുണ്ടാവും. ഇത് എനിക്ക് കിട്ടിയൊരു ഭാഗ്യമാണ്. അതുമാത്രമല്ല, താങ്കൾ IAS ആകണമെന്ന് കരുതിയത് അതിൽ വല്ല സത്യമുണ്ടോ? ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഞാൻ ഒരു IASകാരനാകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. എന്റെ മനസ്സിൽ മറ്റൊരാഗ്രഹമായിരുന്നു, അതായത് ആർമിയിൽ ചേരണമെന്ന്. ആ സമയത്ത് ഞാൻ NDA എന്നൊരു എക്സാം ഉണ്ടായിരുന്നു, അതും എഴുതി. എക്സാം എഴുതി ആ സമയത്ത് എന്റെ അച്ഛൻ മരിച്ചു. അങ്ങനെ ഒരു അവസ്ഥയായതുകൊണ്ട് എനിക്കത് പ്രൊസീഡ് ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് MSc ചെയ്തു. അപ്പോൾ യൂണിവേഴ്സിറ്റിയിലുണ്ടായിരുന്ന വൈസ് ചാൻസലർ PT സാൻഡി എന്നൊരു പ്രൊഫസർ, അദ്ദേഹത്തിന് എന്നെ വളരെ ഇഷ്ടമായിരുന്നു. ഞാൻ സമരങ്ങളിലും പങ്കെടുക്കും, അതേപോലെ എപ്പോഴും എക്സാം മാറ്റിവെക്കണമെന്നും പറഞ്ഞ് യൂണിവേഴ്സിറ്റി അഡ്മിനിസ്ട്രേഷൻ ഒരിക്കലും പ്രഷർ കൊടുത്തിട്ടേയില്ല. അതുകൊണ്ട് അവർക്കെന്നെ വളരെ ഇഷ്ടമാണ്. അന്ന് ഞാൻ ഫസ്റ്റ് ഡിവിഷൻ സ്റ്റുഡൻ്റ് ആയിരുന്നു. അവരാണ് കഴിഞ്ഞത്, നീ MSc കഴിഞ്ഞതുകൊണ്ട് ഇനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലെന്ന്. അപ്പം ഞാൻ ഒരുപാട് സമരപോരാട്ടങ്ങളിൽ പങ്കെടുത്തിരുന്നു. പിന്നീട് ഞാൻ KV പോസ്റ്റ് ഗ്രാജുവേറ്റ് കോളേജിൽ അപ്ലൈ ചെയ്ത് ഫിസിക്സ് ലെക്ചററായി. പക്ഷെ തീർച്ചയായിട്ടും ഇത് ആരും ആലോചിക്കാനുള്ള സാധ്യതയില്ല. അതായത് ഏത് പയ്യൻ ആർമിയിൽ ചേരാൻ ആഗ്രഹിച്ചോ അവൻ അവസാനം ഡിഫൻസ് മിനിസ്റ്ററായിട്ട് മാറി. ഞാനും ഇങ്ങനെയൊന്നും നടക്കുമെന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. മറ്റൊരു കാര്യം, അതായത് എമർജൻസി പീരീഡിൽ ആ സമയത്ത് താങ്കൾ വലിയ ലീഡറായിട്ട് മാറിയെന്ന് കേട്ടു. ആ സമയത്ത് ഞാൻ ലെക്ചറായിരുന്നു. 21ാമത്തെ വയസ്സിൽ, 21 ഇയേഴ്സിൽ ഞാൻ ഫിസിക്സ് ലെക്ചറായിരുന്നു. അതോടൊപ്പം പൊളിറ്റിക്സിലും ആക്റ്റീവായിരുന്നു. പല സമരങ്ങളിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. തന്നെയുമല്ല, ആ സമയത്ത് RSSലും എന്ത് പ്രോഗ്രാമുണ്ടെങ്കിലും ഞാനതിൽ മുടങ്ങാതെ പങ്കെടുക്കും. അപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് ചേർന്ന്, അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എപ്പി മൂവ്മെന്റിൽ എന്നെ കൺവീനിയറാക്കി. ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരേക്കാളും യങ്ങായിരുന്നു. അതിൽ പങ്കെടുത്തവരിൽ ഏറ്റവും ഇളയവൻ ഞാനായിരുന്നു. പക്ഷെ എന്നെയാണ് അവർ ചുമതല ഏൽപ്പിച്ചത്.
അതിനുശേഷം ഞാൻ 18 മാസം ജയിലിലായിരുന്നു. ശരിക്കു പറഞ്ഞാൽ 17.5 മാസത്തിൽ കൂടുതൽ. അന്ന് ആ പ്രായത്തിൽ ജയിലിൽ കിടന്നു. അന്നെനിക്ക് ഏകദേശം അറസ്റ്റ് ചെയ്തു. ഞാൻ അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞ സമയമായിരുന്നു. അതുകൊണ്ട് ഞാൻ വീട്ടിലുണ്ടായിരുന്നു. അപ്പോ ആ സമയത്ത് എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി റവ ഹൽവ ഉണ്ടാക്കിയിരുന്നു. ആ സമയത്ത് ഞാൻ എക്സസൈസ് ചെയ്യുമായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ എനിക്ക് എക്സസൈസ് ചെയ്യുന്ന ശീലമുണ്ടായിരുന്നു. അന്ന് ഞാൻ പതിവ് പോലെ എക്സസൈസ് ചെയ്യുമായിരുന്നു. എക്സസൈസ് കഴിഞ്ഞ ഉടനെ താഴേക്ക് ഇറങ്ങി വന്നു. അത് കഴിഞ്ഞ് കുളിച്ചതിന് ശേഷം ഞാൻ ഡ്രസ്സ് മാറ്റാൻ വേണ്ടി പോയ സമയത്ത്, അതായത് ഞങ്ങളുടെ വീട്ടിൽ ഒരു ജോലിക്കാരനുണ്ടായിരുന്നു. അയാൾ ഓടി വന്ന് ഒരുപാട് പോലീസ് വണ്ടികൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അന്ന് പോലീസ് ഓഫീസറായിരുന്നത് മിസ്റ്റർ ഉപാധ്യായായിരുന്നു. അദ്ദേഹം ഉണ്ടായിരുന്നു. ഡെപ്യൂട്ടി SP വന്നു. അയാൾ പറഞ്ഞു അവരൊക്കെ സാറിനെയാണ് അന്വേഷിക്കുന്നതെന്ന്. അപ്പൊ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി, എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നാണെന്ന്. ഞാൻ അയാളോട് പറഞ്ഞു അവരെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ. SP ഉണ്ടായിരുന്നു, ഇൻസ്പെക്ടറുണ്ട്. ഞാൻ അയാളോട് പറഞ്ഞു ഞാൻ ഇപ്പോൾ കുളിച്ചതേയുള്ളൂ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അവരെ കാണാമെന്ന് പറയാമെന്ന് പറഞ്ഞു. അവരെനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. ഞാൻ അവരെയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ക്ഷണിച്ചു. കഴിച്ചതിന് ശേഷം ഞാൻ അവരോടൊപ്പം പോയി പോലീസ് സ്റ്റേഷനിലേക്ക്. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവരെന്നോട് വളരെ മര്യാദയോടെയാണ് പെരുമാറിയത്. ലഞ്ച് വാങ്ങിച്ചു തന്നു. അതിനുശേഷം ഏകദേശം രാത്രി ഒരു 11 മണിയായപ്പോൾ അവിടെ ഡിസ്ട്രിക്ട് ജയിലുണ്ടായിരുന്നു, അവിടേക്ക് എന്നെ അയച്ചു. അവിടെ ആ സമയത്ത് ഏകദേശം 250ഓളം പേരെ അറസ്റ്റ് ചെയ്ത് വെച്ചിരുന്നു. അവരെല്ലാം ഒരു കോമ്പൗണ്ടിലായിരുന്നു, ഒരു മുറിയിലായിരുന്നു. പക്ഷേ എനിക്ക് ഒരു സോളിറ്ററി സെല്ലായിരുന്നു, തനിച്ചൊരു സെൽ. എന്റെ ഒപ്പം ആശ്രം യാദവ്ജിയും ഉണ്ടായിരുന്നു, ലാൽജിയും ഉണ്ടായിരുന്നു. അവർക്കൊരു മുറി, എനിക്ക് പ്രത്യേകിച്ചൊരു മുറി. അപ്പോൾ ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1.5 മാസത്തോളം, അല്ല, ഒരു 2 മാസത്തോളം ഞാൻ ജയിലിലായിരുന്നു. അതിനുശേഷം കല്യാണം കഴിഞ്ഞ് കുറച്ചു നാളിനുള്ളിൽ തന്നെ താങ്കൾ ജയിലിലേക്ക് പോകേണ്ടി വന്നു. താങ്കളുടെ വൈഫ് ഇല്ല, അങ്ങനെയൊന്നുമില്ല. അവരെന്തിനും ദേഷ്യപ്പെടണം? എൻ്റെ വൈഫിന് എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ അറിയാം. ഇത്രയും കാലത്തിനിടയ്ക്ക് എൻ്റെ വൈഫിനെക്കുറിച്ച് എനിക്കൊരു പരാതിയുമില്ല. എൻ്റെ വൈഫിനെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അവളോട് വളരെയേറെ ബഹുമാനമുണ്ട്. താങ്കളുടെ ബയോഗ്രഫിയിൽ ഞാൻ വായിച്ചിരുന്നു, താങ്കളെ പോലീസ് പിടിച്ചോണ്ട് പോകുന്ന സമയത്ത് താങ്കളുടെ അമ്മയും അവിടെ വന്നിരുന്നു. അല്ലല്ല, അന്ന് സംഭവിച്ചതല്ല. അതായത് തനിച്ചായിരുന്നപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഇയാളെ ഈ ജയിലിൽ കിടത്തണ്ട, സെൻട്രൽ ജയിലിലേക്ക് അയക്കാമെന്ന് പറഞ്ഞു. തൊട്ടപ്പുറത്തുനിന്ന് 250 പേരും ഇവിടെ ഞാനും ഘോഷം മുഴക്കിക്കൊണ്ടിരുന്നു ഗവൺമെന്റിനെതിരായി. ഇവിടെ നിന്ന് ഞാനൊന്ന് പറയുമ്പോൾ 250 പേരും അത് ഏറ്റുപറയും. അത് കഴിഞ്ഞ് അവർ എന്ത് തീരുമാനമെടുത്തെന്ന് വെച്ചാൽ, ഇയാളെ ഇവിടെ കിടത്തിയാൽ വലിയ പ്രശ്നമാകും, അതുകൊണ്ട് അലഹാബാദിലുള്ള സെൻട്രൽ ജയിലിലേക്ക് അയക്കാമെന്ന് തീരുമാനമെടുത്തു. അവിടേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വലിയ ആൾക്കൂട്ടമുണ്ടായിരുന്നു. അവിടെ എൻ്റെ അമ്മ, വൈഫ്, അയൽക്കാര് എല്ലാവരും ഉണ്ടായിരുന്നു. സ്ത്രീകളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അവരോടൊപ്പം എൻ്റെ അമ്മയും ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ എന്നെ കണ്ടു. ഞാൻ പോലീസിന്റെ നടുക്കായിരുന്നു. എന്ത് സംഭവിച്ചാലും അവരോട് മാപ്പ് ചോദിക്കരുതെന്ന് അമ്മ പറഞ്ഞു. ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടന്നാലും വേണ്ടില്ല, ഞാനുണ്ടെന്ന് അമ്മ പറഞ്ഞു. നിങ്ങൾ ഒരു വല്ലാത്ത ചോദ്യമാണ് ചോദിച്ചത്. ഞാൻ കുറച്ച് വിഷമത്തിലായി. താങ്കൾ ജയിലിലേക്ക് പോകേണ്ടി വന്ന ആ സമയത്ത് യഥാർത്ഥത്തിൽ താങ്കളുടെ കുടുംബ സാഹചര്യം അത് എങ്ങനെയായിരുന്നു? ഇല്ല, എൻ്റെ ഭാര്യ ആ സമയത്ത് അവളുടെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നതിന് ശേഷം അവിടുത്തെ കോളേജിൽ ലെക്ചററായി, പൊളിറ്റിക്കൽ സയൻസ് ലെക്ചറർ. പിന്നെ എമർജൻസി കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞാൽ എല്ലാവരെയും വിട്ടു അയക്കുമെന്ന് പറഞ്ഞു. ഞങ്ങളും അത് പ്രതീക്ഷിച്ചു. അപ്പോഴേക്കും എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു, ഗാസിപൂർ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോളേജിലെ മാത്തമാറ്റിക്സ് പ്രൊഫസർ. ആ കസിനോട് എൻ്റെ അമ്മ ചോദിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ശ്രീ വിജയ് സിംഗ് എന്നാണ്. അദ്ദേഹത്തോട് അമ്മ ചോദിച്ചു, 1 വർഷം കഴിഞ്ഞല്ലോ, ഇനി എന്താ വരാത്തതെന്ന്. അപ്പം അദ്ദേഹം അല്ല മുത്തശ്ശി എന്ന് അദ്ദേഹം വിളിക്കുക. വീണ്ടും 1 വർഷം കൂടി നീട്ടിയെന്ന് പറഞ്ഞു. ഇനി 1 വർഷം ആവും പുറത്തു വരാൻ. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ബ്രെയിൻ ഹാമറേജ് ആയി. അമ്മ
താങ്കൾ കടന്നു വന്ന ബുദ്ധിമുട്ടുകൾ ആ പാത എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഹോസ്പിറ്റലിൽ കിടന്നു. 27-28 ദിവസം കഴിഞ്ഞ് മരിച്ചു. എമർജൻസി കഴിഞ്ഞതിന് ശേഷം താങ്കൾ തിരിച്ചു വന്നതിന് ശേഷം താങ്കൾ രാഷ്ട്രീയത്തിലെടുത്ത ആദ്യത്തെ തീരുമാനം അതായിരുന്നു? പിന്നെയുള്ള കാര്യം ഞാൻ എന്തു പറയാനാണ്. 3 മുറിയുള്ള ഒരു വീട് വാടകയ്ക്കെടുത്ത് ഞാൻ താമസിച്ചു. പിന്നെ കാലത്തും വൈകിട്ടും രാത്രിയിലും വന്നിരുന്നു. അടുത്ത ദിവസം പാൻറ്റും ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട്, പതിവ് ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ ചായ കുടിക്കുകയായിരുന്നു. ഒരു ബംഗാളി ഫാമിലി അവിടെ ഉണ്ടായിരുന്നു. എന്റെ മുറി വളരെ അഴുക്കായിരുന്നു. അപ്പോ ഞങ്ങളുടെ ജനസംഘത്തിന്റെ ലീഡറുണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ പേര് കേദാർ സാബ് എന്ന്. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് വാരണാസിയിൽ നിന്നൊരു ഫോണുണ്ടെന്ന്. വാരണാസി ഡൽഹിയിൽ നിന്ന് വന്നാണെന്ന് പറഞ്ഞു. പാർലമെന്റ് ഇലക്ഷനിൽ മത്സരിക്കണമെന്ന് പറഞ്ഞു. അതോടൊപ്പം നിങ്ങൾ ഈ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് 2 ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം അല്ലെങ്കിൽ അതിന്റെ അടുത്ത ദിവസം നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി വരണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് പോയി. എല്ലാം അപ്രതീക്ഷിതമായിരുന്നു. അപ്പോ എനിക്ക് വയസ്സ് വെറും 25 മാത്രമായിരുന്നു. ഞാൻ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി പോയി. നോമിനേഷൻ കൊടുത്തു. അതോറിറ്റി ലീഡറായി. എല്ലാം കിട്ടി. അത് കഴിഞ്ഞ് ഒരു ദിവസം മജിസ്ട്രേറ്റ് സിമ്പിൾ തരാൻ വേണ്ടി വിളിച്ചിരുന്നു. അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാ അഡ്വക്കേറ്റ്സും അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ മുരളീധർ പാണ്ഡെ, രാമാചാർ പാണ്ഡെ, ജനസംഘം പാർട്ടിയുടെ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. മജിസ്ട്രേറ്റ് സിമ്പിൾ തരാൻ പോകുന്ന സമയത്ത് ഒരാൾ ഒരു ടെലഗ്രാം കൊണ്ടുവന്നു. അപ്പോൾ സോറി മിസ്റ്റർ സിംഗ്, ഞാൻ നിങ്ങളോട് പിന്നീട് സംസാരിക്കാം. ഞാൻ ചെന്ന് കലക്ടർ സാറെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. വന്നു കാണാമെന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹം പോയിട്ട് വന്നതിന് ശേഷം പറഞ്ഞു, സിംഗ്, നിങ്ങളുടെ അതോറിറ്റി ക്യാൻസലായിപ്പോയി. ഫക്കീർ അൻസാരിക്ക് ആ സിമ്പിൾ കൊടുത്തുവെന്ന് പറഞ്ഞു. നിങ്ങളുടെ ടിക്കറ്റ് ക്യാൻസലായെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമായി. പക്ഷേ ആ സമയത്തും ദൈവം എനിക്ക് ഒരുപാട് ക്ഷമ തന്നു. ആ സമയത്ത് അവിടെ ഒരു പ്രശ്നവും ഉണ്ടാവാൻ പാടില്ലെന്ന് ഞാൻ ആഗ്രഹിച്ചു. അവിടെ ഒരു മൈക്കുണ്ടായിരുന്നു. ആ മൈക്കിനടുത്ത് നിന്ന് ഞാൻ പറഞ്ഞു, അപ്പീൽ ചെയ്തു, ഫക്കീർ അലി അൻസാരി എവിടെയാണെങ്കിലും സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. വളരെ നല്ല മനുഷ്യനായിരുന്നു. ഞാൻ അപ്പോൾ പറഞ്ഞു, ഫക്കീർ അൻസാരിക്ക് തന്നെ സിമ്പിൾ കിട്ടട്ടെ എന്ന്. അവിടെ ഞാൻ അദ്ദേഹത്തിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് പ്രസംഗിച്ചു. അപ്പോൾ സമയം 3 മണിയാകാറായി. എനിക്ക് വിത്ഡ്രോ ചെയ്യാനും കഴിയില്ല. അതിന് കഴിയില്ലായിരുന്നു. അപ്പോൾ മജിസ്ട്രേറ്റ് നിങ്ങളുടെ ചോയ്സിൽ എന്തെങ്കിലും സിമ്പിൾ എടുക്കാൻ പറഞ്ഞു. എനിക്കൊരു ചോയ്സും ഇല്ലെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ജനങ്ങളോട് അപ്പീൽ ചെയ്തു. എല്ലാവരോടും കൂടി ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, എന്റെ പേര് ലിസ്റ്റിൽ എന്തായാലും ഉണ്ടാകും. പക്ഷേ ആരെങ്കിലും എനിക്ക് വേണ്ടി സമരം ചെയ്താൽ അതെന്നെ നാണം കെടുത്തുന്ന പോലെയാന്ന് പറഞ്ഞു. എല്ലാവരും ഫക്കീർ അലിയെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അതിനുശേഷം എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഫക്കീർ അലി എവിടെ പോവാണെങ്കിലും എന്നെയും അദ്ദേഹത്തിന്റെ ഒപ്പം കൂട്ടിക്കൊണ്ടാണ് പോയത്. ചൗധരി ചരൺ സിംഗിന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ചൗധരി ചരൺ സിംഗിന്റെ മീറ്റിംഗിലേക്ക് എന്നെയും ക്ഷണിച്ചു. ഞാനും അങ്ങോട്ട് പോയി. അവിടെ വലിയ ആൾക്കൂട്ടമുണ്ടായിരുന്നു. 50,000, 60,000, 70,000, ഒരുപാട് ആളുകൾ. അപ്പോഴും ഞാൻ അതേ സെന്റൻസ് ആണ് പറഞ്ഞത്. എന്റെ പേര് ലിസ്റ്റിലുണ്ടാവും, പക്ഷേ എനിക്ക് വേണ്ടി ആരെങ്കിലും സമരം ചെയ്താൽ അതെന്നെ നാണം കെടുത്തുന്ന പോലെയാന്ന് പറഞ്ഞു. പക്ഷേ നോർമലി ലാസ്റ്റ് മൊമെന്റിൽ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് അത് മറ്റൊരാൾക്ക് കൊടുത്താൽ ദേഷ്യം വരും. പക്ഷെ താങ്കൾക്ക് വന്നില്ലേ? അതെ, വിഷമമുണ്ടായിരുന്നു. ശരിക്കും വിഷമമുണ്ടായിരുന്നു. ചെറുപ്പം തൊട്ടേ ഞാൻ കുറച്ച് സെൻസിറ്റീവ് ആയിരുന്നു. പക്ഷെ ദൈവം എനിക്ക് നല്ല ക്ഷമ തന്നിരുന്നു. ദൈവാനുഗ്രഹം കൂടെയുണ്ടായിരുന്നു. സത്യം, ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ. താങ്കൾ ആദ്യമായിട്ട് MLA ആയത് എപ്പോഴാണ് പറയാൻ പറ്റുമോ? 77-ല്. അതും ചൗധരി ചരൺ സിംഗാണ് എനിക്ക് സിമ്പിൾ വാങ്ങിത്തന്നത്, ജനസംഘത്തിൽ നിന്ന്. കാരണം അദ്ദേഹത്തിന്റെ മീറ്റിംഗിൽ ഞാൻ പ്രിസൈഡ് ചെയ്തിരുന്നു. 2-3 മിനിറ്റ് ഞാൻ സംസാരിച്ചു. അവിടെ ടേക്ക് ഓഫ് ചെയ്തപ്പോൾ ഞാൻ ലക്നൌയിലേക്ക് പോയി. അവിടെ മാധവ് യാദവ് ത്രിപാഠി ഉണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹമായിരുന്നു ഞങ്ങളുടെ ലീഡറായിരുന്നത്. അപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാ, ജനസംഘത്തിൽ നിന്നുള്ള ഒരു ടിക്കറ്റ് എന്റെ ഭാഗത്തുനിന്ന് ആ പയ്യൻ രാജ്നാഥിന് കൊടുക്കെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ 4 മാസത്തിനു ശേഷം ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഇവിടെ കൊടുക്കുമ്പോൾ വിശ്രാജ് സിംഗ് യാദവ് MP ആയിരുന്നു. അദ്ദേഹത്തിന്റെ പേര് കൊടുത്തു. പക്ഷെ ദില്ലിയിലെത്തിയ ശേഷം ചൗധരി ചരൺ സിംഗ് എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, ജനസംഘത്തിന്റെ ആൾക്ക് ഒരു ടിക്കറ്റ് കൊടുക്കില്ലെന്നോ. അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് ക്യാൻസൽ ചെയ്ത് എന്റെ പേര് കൊടുത്തു. ഞാൻ MLA ആയി. പക്ഷേ താങ്കളെക്കുറിച്ച് റിസർച്ച് ചെയ്തപ്പോൾ മറ്റൊരു കാര്യവും അറിയാൻ സാധിച്ചു. താങ്കൾ ഒരാളുടെ പേര് ക്യാൻസൽ ചെയ്തെന്ന് കേട്ടു. എവിടെ? താങ്കൾ BJPയുടെ പ്രസിഡന്റായിട്ടുള്ള സമയത്ത് താങ്കൾ മകന്റെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തെന്ന് കേട്ടു.
അതെന്താ സംഭവിച്ചെന്ന് വെച്ചാൽ 2007 ഉത്തർപ്രദേശിൽ അസംബ്ലി ഇലക്ഷൻ നടന്നു. അപ്പോ ശ്രീ കല്യാൺ സിംഗ്, അദ്ദേഹം ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം വലിയ മനുഷ്യനാ, വലിയ ലീഡർ, സീനിയർ ലീഡർ കല്ലാജി മിശ്ര, രാജസ്ഥാന്റെ ഗവർണർ, ഇവരെല്ലാവരും വാരണാസിയുടെ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് വേണ്ടി എന്റെ മകൻ പങ്കജിന്റെ പേര് സജസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനും ഞാനായിരുന്നു, പാർട്ടിയുടെ ലീഡറും ഞാനായിരുന്നു. അടൽജിയും അദ്വാൻജിയും രണ്ടുപേരും എന്റെ ഇരുഭാഗത്തും ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ഞാനത് റെഫ്യൂസ് ചെയ്തിരുന്നു. എന്റെ മകന് എന്റെ കൈകൊണ്ട് ടിക്കറ്റ് കൊടുക്കില്ലെന്ന് ഞാൻ പറഞ്ഞു. അടൽജി അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈലിൽ സംസാരിക്കുമല്ലോ. അദ്ദേഹം എന്തു പറഞ്ഞെന്ന് വെച്ചാൽ, എന്റെ ഡിസിഷൻ നോട്ട് ചെയ്തോളൂ, ഇലക്ഷൻ കമ്മിറ്റി, ഇവൻ പറയുന്നത് ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. അദ്വാനിജിയും പറഞ്ഞു, എല്ലാവരും ഇത് തന്നെ പറഞ്ഞു. പിന്നെ ആനന്ദ് കുമാർജി, അദ്ദേഹം എന്റെ ഒരു കൊളീഗാണ്, ഇലക്ഷൻ കമ്മിറ്റിയിലും സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. അദ്ദേഹം പറഞ്ഞു അനൗൺസ് ചെയ്യാൻ, വേഗം അനൗൺസ് ചെയ്യാൻ പറഞ്ഞു. അനൗൺസ് ചെയ്തു. വൈകുന്നേരം ഞാൻ വീട്ടിലേക്ക് പോയി. അപ്പോൾ പങ്കജ് വന്ന് എന്റെ കാല് പിടിച്ചു. ഞാൻ അനുഗ്രഹിച്ചില്ല. അവന് വിഷമമായി. അവനവന്റെ അമ്മയോട് പറഞ്ഞു. അവന്റെ അമ്മ വന്ന് എന്നോട് വഴക്കിട്ടു. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു, എന്റെ കൈകൊണ്ട് മകന് സിമ്പൽ കൊടുക്കില്ലെന്ന്. എല്ലാരും ഒന്നാണെന്ന് പറഞ്ഞു. പിന്നീട് പങ്കജ് വന്നു. അവൻ നന്നായി ഹാർഡ് വർക്ക് ചെയ്തു. അക്കാര്യത്തിൽ അവനെ അഭിനന്ദിച്ചേ പറ്റൂ. ഉത്തരവാദിത്വത്തോടെ അവൻ വർക്ക് ചെയ്തു. അച്ഛന് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഇലക്ഷനിൽ നിൽക്കില്ലെന്ന് പറഞ്ഞു. പക്ഷെ അവന്റെ കണ്ണിൽ കണ്ണീരുണ്ടായിരുന്നു. എല്ലാം അച്ഛന്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. പിന്നെ ജോയിൻ ചെയ്തു. അച്ഛൻ വലിയ പൊളിറ്റീഷ്യൻ ആണെങ്കിൽ മകന് അത് പ്രയോജനപ്പെടുത്തും. പക്ഷേ താങ്കൾ കാരണം താങ്കളുടെ മകന് നഷ്ടമാണ്. അല്ല. എന്റെ കൈകൊണ്ട് ഞാൻ ലീഡറായിരിക്കുമ്പോൾ എന്റെ മകൻ ഒരു ടിക്കറ്റ് ഞാൻ കൊടുക്കില്ല. അതിലെനിക്ക് സിഗ്നേച്ചർ ഇടാൻ കഴിയില്ല. അത്രേ ഉള്ളൂ. പിന്നീട് നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുണ്ടല്ലോ, പിന്നെ നമ്മുടെ ഇന്നത്തെ മിനിസ്റ്റർ അമിത്ഷാ ലീഡറായിരുന്നു. അവരും ഇതൊക്കെ കേൾക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ജീവിതത്തിൽ ആരോടും ഞാൻ ഇതുവരെ ഇക്കാര്യം പറഞ്ഞിട്ടില്ല. ഇവരെല്ലാവരും ഈ തീരുമാനം എടുത്തു. ഞാൻ ഇതുവരെ ഇക്കാര്യം പറഞ്ഞിട്ടില്ല. ഇന്നാണ് തുറന്നു പറയുന്നത്. ഞാൻ കണ്ടവരെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി, നിങ്ങളുടെ ചെറിയ പയ്യൻ നീരജ്, അദ്ദേഹം ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് മോദിയുടെ വികസിത് ഭാരതത്തിന് നമ്പർ 1 അംബാസിഡർ നീരജ് സിംഗ് ആണെന്ന് പറയുന്നു. ഉണ്ട്, എന്ത് ചെയ്യാനാ, എല്ലാം അദ്ദേഹത്തെ പ്രശംസിക്കുന്നോ ഇല്ല, പുകഴ്ത്തുന്നോ ഇല്ല. അല്ലല്ല, എല്ലാവർക്കും സ്വന്തം മക്കളെ ഇഷ്ടമാണ്. വളരെ നല്ല കാര്യമാ. അതും സോഷ്യൽ പൊളിറ്റിക്സ് കാര്യങ്ങളിൽ എപ്പോഴും ആക്റ്റീവായി പ്രവർത്തിക്ക് മോദിജി വളരെയധികം പ്രശംസിച്ചിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ 50,000 അംബാസഡർമാരെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. അത് ഞാനും കേൾക്കാനിടയായി. താങ്കൾ ഫാമിലിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. പക്ഷേ റിപ്പോർട്ടേഴ്സ് രാഹുൽ ഗാന്ധിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, അതായത് അദ്ദേഹത്തിന്റെ കുടുംബ രാഷ്ട്രീയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, യഥാർത്ഥത്തിൽ റിപ്പോർട്ടേഴ്സിനെ വഴക്ക് പറഞ്ഞുകൊണ്ട് ആദ്യം നിങ്ങൾ പോയി അമിത്ഷയോട് ചോദിക്കൂ മകന് വേണ്ടി എന്ത് ചെയ്തു, രാജ്നാഥ് സിംഗിനോട് ചോദിക്കൂ മകന് വേണ്ടി എന്ത് ചെയ്തെന്ന്. ഞാൻ വ്യക്തമായിട്ടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു രജത് സാർ. എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എന്റെ പുറകിൽ നിന്നുകൊണ്ട് ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോളട്ടെ. അവർ രാമനെ പോലും വിടുന്നില്ലല്ലോ, പിന്നെ എന്നെ വിടുവോ? പക്ഷെ ആരുടെ കണ്ണിലും പൊടിയിട്ട് ഞാൻ രാഷ്ട്രീയം കളിച്ചിട്ടില്ല. എന്റെ ഇതുവരെയുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നേരെ നിന്നുകൊണ്ടുള്ളതാണ്. പുറകിൽ നിന്ന് പറയുന്നവർ പറയട്ടെ, അവർക്കെന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ മുന്നിൽ വരട്ടെ. എല്ലാവർക്കും നന്നായിട്ട് അറിയാം, 2013 ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റായിരുന്നു താങ്കൾ. അപ്പോൾ വലിയ വലിയ നേതാക്കന്മാർ എതിർത്തിട്ട് പോലും താങ്കൾ നരേന്ദ്രമോദിയുടെ പേര് ഡിക്ലെയർ ചെയ്യുകയും നരേന്ദ്രമോദിയായിരിക്കും പ്രൈം മിനിസ്റ്റർ നോമിനിയിൽ ഉണ്ടായിരിക്കുക എന്നും താങ്കൾ വ്യക്തമായിട്ട് പറഞ്ഞു. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ലീഡറായിരുന്നു. എനിക്കങ്ങനെ തോന്നി. എന്തുകൊണ്ടാണ് അങ്ങനെ? പിന്നെ എനിക്ക് തോന്നിയിരുന്നു ജനങ്ങൾക്കിടയിൽ ഇദ്ദേഹത്തിന്റെ പേരിൽ ആ സമയത്താണെങ്കിലും ശരി കൂടുതലല്ലെങ്കിലും വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു 3-4 പേരുണ്ടായിരുന്നു. എന്റെ അഭിപ്രായത്തിൽ മോദിജിക്കും ആ ഒരു കഴിവുണ്ട്. കാരണം അദ്ദേഹം ഗുജറാത്തിൽ ചീഫ് മിനിസ്റ്റർ ആയിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ ഭരണരീതി, അദ്ദേഹം 3 തവണയാണ് ചീഫ് മിനിസ്റ്റർ ആയിരുന്നത്. എന്റെ അഭിപ്രായത്തിൽ ഈ രാജ്യത്തെ ശരിയായ ദിശയിൽ കൊണ്ടുപോകണമെങ്കിൽ മോദിജിക്ക് മാത്രമേ കഴിയൂ. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ പേര് അനൗൺസ് ചെയ്തു.
അപ്പോൾ താങ്കൾ ആലോചിച്ചു നോക്കിയിരുന്നോ 10 വർഷത്തിന് ശേഷം നരേന്ദ്രമോദി വേൾഡ് മാപ്പിൽ ഉണ്ടായിരിക്കും, ലോകത്തുള്ള നേതാക്കന്മാരിൽ ഇവരും ഒരാളായിരിക്കും, ഇന്ത്യ ഇത്രത്തോളം വളരുമെന്നും ഇദ്ദേഹം പ്രശസ്തനാവുമെന്നും കരുതി. എന്റെ കൂടെ ഉണ്ടായിരുന്നവരോട് വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചു നോക്കിക്കോളൂ. മോദിജിക്ക് പോലും ഇക്കാര്യം അറിയില്ല. അദ്ദേഹത്തെ കണ്ടിട്ട് എനിക്ക് എങ്ങനെയാണിത് തോന്നിയത് എന്ന് നിങ്ങൾ ചോദിച്ചാൽ, അദ്ദേഹത്തിന് അതിനുള്ള കഴിവുണ്ട്, യോഗ്യതയുണ്ട്, ബലമുണ്ട്, ആജ്ഞാശക്തിയുണ്ട്. അസാമാന്യ കഴിവുള്ളയാളാണ് അദ്ദേഹം. അദ്ദേഹം രാജ്യത്തെ ശരിയായ ദിശയിലേക്ക് നയിക്കും. ഇദ്ദേഹം ഉണ്ടെങ്കിൽ എല്ലാ കാര്യവും നടക്കുമെന്ന് എനിക്ക് തോന്നി. എന്റെ ഉള്ളിൽ, എന്റെ മനസ്സിന്റെ ഉള്ളിൽ അങ്ങനെയൊരു തോന്നലുണ്ടായി. ഇപ്പോൾ ഞാൻ ഉറപ്പിച്ചു പറയും, എന്റെ ആ തോന്നൽ വളരെ ശരിയായിരുന്നു. എന്റെ കൂടെ എപ്പോഴും രണ്ടുപേരുണ്ടാവും. നിങ്ങൾക്കും അവരെ നല്ലപോലെ അറിയാം. ഞാൻ പറയുന്നത് വിശ്വാസമില്ലെങ്കിൽ അവരോട് പോയി ചോദിക്കൂ. അതിനുശേഷം ഞാൻ ഗോവയിൽ ഇലക്ഷൻ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. അതിനുശേഷം ഞാൻ ലീഡറായതുകൊണ്ട് അരുൺ ജെയ്റ്റ്ലി സാർ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നു. അപ്പോഴൊരു മീറ്റിംഗ് നടന്നു. വലിയൊരു ഈവന്റ് ആയിരുന്നു അത്. ഏകദേശം 5000-6000 പേരുണ്ടായിരുന്നു. അതിൽ മോദിജിയെ സംസാരിക്കാനായി ക്ഷണിച്ചിരുന്നു. സാധാരണ എപ്പോഴും ലീഡറാണ് സംസാരിക്കുക. അപ്പോൾ ഞാൻ മോദിജിയോട് ഇരിക്കാൻ പറഞ്ഞു. ഞാൻ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് ഓഡിയൻസിനോട് പറഞ്ഞു, ഞാൻ പ്രസിഡന്റാണ്, പക്ഷെ ഞാൻ പിന്നീടേ സംസാരിക്കൂ എന്ന്. പക്ഷേ ഇന്ന് രാജ്യം ഒരു പ്രസിഡന്റ് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ഈ രാജ്യത്തെ വളർത്തിയെടുക്കാൻ കെൽപ്പുള്ള നേതാവ് സംസാരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ഞാനിത് പറഞ്ഞു കഴിഞ്ഞതിനു ശേഷം മോദിജി എഴുന്നേറ്റ് സംസാരിച്ചു. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ രാജ്നാഥ് സിംഗിനോടുള്ള ചോദ്യങ്ങളും അതിനുള്ള ഉത്തരവും തുടരുന്നതായിരിക്കും. നിങ്ങൾ ഇഡിയെയും സിബിഐയെയും യൂസ് ചെയ്യുന്നു. അതോടൊപ്പം അരവിന്ദ് കെജ്രിവാളിനെ പോലുള്ള ആൾക്കാർ മാത്രമാണ് നരേന്ദ്രമോദിയെ പോലുള്ള ഒരാളെ എതിർക്കാനും തോൽപ്പിക്കാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തെ ഇലക്ഷന് മുമ്പ് ജയിലിലേക്ക് അയച്ചതായി അദ്ദേഹം വലിയ വലിയ ആളുകൾക്ക് പോലും മോദിജിയെ ചാലഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെയാണ് വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിലെ ഇന്നത്തെ നമ്മുടെ അതിഥി ഡിഫൻസ് മിനിസ്റ്ററായ രാജ്നാഥ് സിംഗ് ആണ്. അദ്ദേഹത്തിന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം എന്താണെന്ന് നോക്കാം. ആപ്കി അദാലത്തിൽ ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്ററായ രാജ്നാഥ് സിംഗിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹത്തിന്റെ പാർട്ടി ജനാധിപത്യത്തെ കൊല്ലുന്നു എന്നുള്ളതാണ്. ഇവിടെ നോക്കൂ സർ, അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ അയച്ചത് മുതൽ അവരുടെ പാർട്ടിക്കാരെന്താ പറയുന്നത് വെച്ചാൽ BJP ജനാധിപത്യത്തിനെ കൊന്നു കുഴിച്ചു മൂടിയെന്ന്. ഞങ്ങൾ ജയിലിലേക്ക് പറഞ്ഞയച്ചതല്ല. ഇലക്ഷനിൽ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, അത് കോടതി വിധിയാണ്. കോടതി അദ്ദേഹത്തിന് ഒരു റിലീഫും കൊടുത്തില്ല. എനിക്കറിയാവുന്നത് വെച്ച് നോക്കുമ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും ഇഡിയും എല്ലാ ഡോക്യുമെന്റ്സും വളരെ വിശദമായി ചെക്ക് ചെയ്തിരുന്നു. അതെല്ലാം പരിശോധിച്ച ശേഷമാണ് അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കരുതെന്ന് കോടതി തീരുമാനിച്ചത്. പക്ഷെ അവരുടെ പാർട്ടിക്കാരെന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇലക്ഷന് മുൻപ് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിയെ ജയിലിലേക്ക് അയച്ച് വലിയൊരു തെറ്റാണ് നിങ്ങൾ ചെയ്തതെന്ന്. ഈ ചോദ്യം എന്തിനാണ് ഞങ്ങളോട് ചോദിക്കുന്നത്? പക്ഷെ അത് നിങ്ങളുടെ ഗവൺമെന്റ്. ഞങ്ങളല്ലല്ലോ ജയിലിലേക്ക് അയച്ചത്. അദ്ദേഹത്തിനെതിരായി എൻക്വയറി നടന്നുകൊണ്ടിരുന്നു. ഇഡിയാണ് എൻക്വയറി നടത്തിയിരുന്നത്. അവരാണ് കേസ് ഫയൽ ചെയ്തതും. ഞാൻ അറിഞ്ഞത് നിങ്ങളോട് സംസാരിക്കണം, നിങ്ങളൊന്ന് നേരിൽ കാണണം എന്ന് പറഞ്ഞ് 9 സമ്മനും അയച്ചിട്ടുണ്ട്. ഇതിൽ സത്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം സമയം കൊടുത്തില്ല. പിന്നെ കോടതിയിൽ ഹാജരായില്ലെങ്കിൽ എന്ത് സംഭവിക്കും? സമയം നൽകിയില്ലെന്ന് പറഞ്ഞ് ജയിലിലടച്ചു. അല്ലല്ല, പിടിച്ചോണ്ടു പോകാൻ പറഞ്ഞ് ഞങ്ങൾ അയച്ചതല്ല. നീതിപീഠമാണ് അദ്ദേഹത്തിന് റിലീഫ് കൊടുക്കാതിരുന്നത്. അഭിഷേക് മനു സിംഗ് ഒരു വലിയ വക്കീലാണ്, രാജ്യസഭാ മെമ്പറാണ്. താങ്കൾക്ക് വളരെ നന്നായിട്ട് അറിയാം. അദ്ദേഹം സുപ്രീം കോടതിയിൽ എന്താ പറഞ്ഞെന്ന് വെച്ചാ, അതായത് അരവിന്ദ് കെജ്രിവാളിനെ മോചിപ്പിക്കുക, ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക, അല്ലെങ്കിൽ ഇലക്ഷൻ നടക്കുന്ന ആ ദിവസമായിരിക്കും വോട്ടിംഗിന്റെ അവസാന ദിവസം. കാരണം എല്ലാ പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാരും ജയിലിലായിരിക്കുമെന്ന്. എന്തടിസ്ഥാനത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നത്? എന്താ സംഭവിക്കുന്നത് നിങ്ങൾ തന്നെ കണ്ടോ. 2 മാസം കൂടിയേ ഉള്ളൂ. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ കുറ്റം ആരോപിക്കപ്പെട്ടതുകൊണ്ട് അദ്ദേഹം എന്തിനാണ് വിഷമിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കുറ്റം ചെയ്താൽ ജയിലിൽ പോകും. ഗവൺമെന്റ് ജയിലിലേക്ക് അയക്കുന്നതല്ല. അതായത് മോദിജി ആയിരിക്കും ജയിലിലേക്ക് പറഞ്ഞയച്ചത്, അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞയച്ചു കാണും. അതൊക്കെ വെറുതെയാണ്.
ED അവരോട് ചില കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായി നേരിട്ട് കാണണമെന്നും പറഞ്ഞ് സമ്മനം അയച്ചിരുന്നു. 9 സമ്മൻ അയച്ചിട്ടും അദ്ദേഹം വന്നില്ല. പിന്നെ കോടതിയിലേക്ക് പോയി. ഇദ്ദേഹത്തിന് റിലീഫ് കിട്ടണം, ജയിലിൽ പോവില്ലെന്ന് കരുതിയ. ഇപ്പൊ കോടതിയും റിലീഫ് കൊടുത്തില്ല. ഇപ്പോൾ ഞങ്ങളെല്ലാരുമാണ് സമ്മർദ്ദം കൊടുത്തതെന്ന് പറഞ്ഞ അല്ല ഞങ്ങൾക്ക് നിങ്ങൾ EDയെയും CBIയെയും യൂസ് ചെയ്യുന്നു. അതോടൊപ്പം അരവിന്ദ് കെജ്രിവാളിനെ പോലുള്ള ആൾക്കാർ മാത്രമാണ് നരേന്ദ്രമോദിയെ പോലുള്ള ഒരാളെ എതിർക്കാനും തോൽപ്പിക്കാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തെ ഇലക്ഷന് മുമ്പ് ജയിലിലേക്ക് അയച്ചതായി അദ്ദേഹം എന്താ ഈ പറയുന്നത്? അത് വലിയ വലിയ ആളുകൾക്ക് പോലും മോദിജിയെ ചാലഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെയാണ് ഇവര് മോദി സാറിന് മറ്റൊരു ചാലഞ്ചറും ഉണ്ട്, രാഹുൽ ഗാന്ധി. അദ്ദേഹം അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ആയതിനു ശേഷം ട്വിറ്ററിൽ എന്താണ് എഴുതിയെന്ന് വെച്ചാ, പേടിച്ചുപോയ ഡിക്റ്റേറ്റർ ജനാധിപത്യത്തെ കൊല്ലണമെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള തെറ്റായ കാര്യങ്ങളൊക്കെ ഇവർക്ക് മാത്രമേ പറയാൻ കഴിയൂ. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയും, ജീവിതത്തിൽ ഞാൻ ഒരു പ്രൈം മിനിസ്റ്ററെയും, കോൺഗ്രസിന്റെ പ്രൈം മിനിസ്റ്ററും ആയിക്കോട്ടെ, ഞാൻ ഒരിക്കൽ പോലും ആരെക്കുറിച്ചും ഇങ്ങനെ ചിന്തിച്ചിട്ടേയില്ല. കാരണം എനിക്കറിയാവുന്നിടത്തോളം പ്രധാനമന്ത്രി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. നമ്മുടെ ഈ വലിയ മനുഷ്യനെപ്പറ്റി ഒരിക്കലും ഇങ്ങനെ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു നടക്കരുത്. അദ്ദേഹം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അദ്ദേഹത്തെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പറയരുത്. ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ എല്ലാവർക്കും ഉണ്ടാവും. ഇവര് തെറ്റ് ചെയ്തു, ഇവര് ശരി ചെയ്തു, എല്ലാവർക്കും ഒപ്പീനിയൻ ഉണ്ടാവും. അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്താൽ നന്നാവും എന്നൊക്കെ. ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കാം, ഇതാണ് നല്ലത്. ഇതുപോലെയുള്ള തെറ്റായ കാര്യങ്ങൾ പറയുന്നത് ശരിയല്ല. അതിന് ഞാൻ എതിർക്കുന്നു. അങ്ങനെ പറയരുത്. പക്ഷേ ഇലക്ഷന് മുൻപ് അരവിന്ദ് കെജ്രിവാളിനെ പോലുള്ള ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്താൽ അത് BJPക്ക് ക്ഷീണമാണെന്ന് താങ്കൾക്ക് എന്തുകൊണ്ട് തോന്നിയില്ല? ദൈവമേ, ഞങ്ങളാണോ അറസ്റ്റ് ചെയ്തത്? എന്തിനാ ഇങ്ങനെ പറയുന്നത് രജത് സാർ? എന്തിനാ അറസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചാ? കാരണം കേസിട്ടത് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസ്, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഈ കാര്യം ശ്രദ്ധിക്കാൻ തുടങ്ങിയതാണ്. ചിലരൊക്കെ ഇതിന്റെ പേരിൽ 1 വർഷം 1.5 വർഷം മുമ്പേ ജയിലിൽ പോയി. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതുകൊണ്ടാണ് അവർ ജയിലിൽ പോയത്. ഇലക്ഷൻ അടുത്ത സമയത്ത് പിടിച്ചകത്തിട്ടു. ഇത് രാജ്യത്തിന് മുഴുവൻ അറിയാം. പുറത്തുണ്ടായിട്ടും എന്ത് ചെയ്യാനാ? 2016 പുറത്തുണ്ടായിരുന്നു, 2019 പുറത്തുണ്ടായിരുന്നല്ലോ. പക്ഷേ അതൊന്നും ഒരു നോക്കൂ സാർ, ഇവര് മാത്രമല്ല. ഞാനിപ്പോ അദ്ദേഹത്തെക്കുറിച്ച് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതായത് കെജ്രിവാളിന്റെ കാര്യം എന്തുമായിക്കോട്ടെ, കോർട്ട് ജഡ്ജ്മെന്റ് കൊടുക്കും, അവർ നോക്കിക്കോളും. അത് നമ്മൾ അംഗീകരിച്ചേ മതിയാവും. അതിന്റെ പേരിൽ ഞങ്ങളെ എല്ലാവരെയും പഴിചാരുന്നത് അതൊരിക്കലും ശരിയല്ല. ഞങ്ങളെ പഴിചാരേണ്ട കാര്യമില്ല, അത് അന്യായമാണ്. പക്ഷേ അദ്ദേഹം ജയിലിന് പുറത്തുള്ള സമയത്ത് എന്താ പറഞ്ഞെന്ന് വെച്ചാ, മനീഷ് സിസോഡിയ വളരെ നല്ലൊരു വ്യക്തിയാണ്, ഡൽഹിയിലുള്ളവർക്ക് നല്ല വിദ്യാഭ്യാസം നൽകിയതുകൊണ്ട് അദ്ദേഹത്തെ മോദി പിടിച്ച് ജയിലിലാക്കിയത്. കൊള്ളാം. എല്ലാ പാർട്ടിയും ജയിലിൽ തന്നെ ഉണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. പല രാഷ്ട്രീയ നേതാക്കന്മാരുടെയും വേർഡ്സ് ആൻഡ് ഡീഡ്സ്, പറയുന്നതും ചെയ്യുന്നതും, പറയുന്നതൊന്നായിരിക്കും ചെയ്യുന്നതൊന്നായിരിക്കും. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയക്കാരോടുള്ള ജനങ്ങളുടെ വിശ്വാസം കുറേശ്ശെയായി കുറഞ്ഞു വന്നു. അതിനുശേഷം സത്യസന്ധരായ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു പാർട്ടി വന്നു. ഇത് ഞാൻ വളരെ അഭിമാനത്തോടെ പറയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ട് വലിയൊരു വെല്ലുവിളി ഏറ്റെടുത്ത് വിജയിച്ച പാർട്ടിയാണിത്. അതായത് ഞങ്ങളുടെ ഭാരതീയ ജനതാ പാർട്ടി. ഞങ്ങൾ എന്തു പറയുന്നോ, ഞങ്ങൾ എന്തു പറഞ്ഞാലും അത് ചെയ്തിരിക്കും. ഞങ്ങൾ പറഞ്ഞിട്ട് ചെയ്യാതിരുന്ന എന്തെങ്കിലും ഒന്ന് പറയാമോ? മോദിജി മാനിഫെസ്റ്റോയിൽ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, 2014 ഞാനാണ് പാർട്ടി പ്രസിഡന്റ്. മോദിജി പ്രൈം മിനിസ്റ്ററായി. മോദിജി ആവർത്തിച്ച് എന്നോട് പറഞ്ഞു, പ്രസിഡന്റ് സാർ, നമ്മൾ ഭരണത്തിൽ കയറിയതിനു ശേഷം ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ ഒന്നുപോലും പാലിക്കാതിരിക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ മാനിഫെസ്റ്റോയിൽ നിങ്ങളൊരു കാര്യം എഴുതിയിട്ടില്ലല്ലോ. ഇലക്ഷന് ശേഷം ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിയും ഡൽഹിയുടെ മുഖ്യമന്ത്രിയും ജയിലിലേക്ക് അയക്കുമെന്നുള്ള കാര്യം. അതല്ലേ പറഞ്ഞത്, ഞങ്ങളത് എഴുതിയിട്ടില്ല. ഞങ്ങളത് എഴുതിയിട്ടുമില്ല, അത് ഞങ്ങളുടെ ജോലിയുമല്ല. പക്ഷെ ജാർഖണ്ഡ് നിങ്ങളുടെ വൈഫിന്റെ സ്ഥലമല്ലേ, അപ്പൊ കാര്യങ്ങളൊക്കെ അറിയുമായിരിക്കുമല്ലോ.
അല്ലല്ല, ഏജൻസീസ് അവരുടെ ജോലി ചെയ്യുന്നു. ഒരുപക്ഷെ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഏജൻസീസ് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് കോടതി നോക്കിക്കോളും. ഞാനിപ്പോ പറയാം. അതായത് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഒരു റിപ്പോർട്ടാണ്. ഇതിൽ എഴുതിയിരിക്കുന്നത് ED കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 147 പ്രമുഖ വ്യക്തികളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ നോക്കുകയാണെങ്കിൽ 85% പ്രതിപക്ഷ പാർട്ടിയിലുള്ള ആൾക്കാരാണ്. എല്ലാ അഴിമതിയും പ്രതിപക്ഷത്തുള്ളവർ മാത്രമാണോ ചെയ്യുന്നത്? ഞാനെന്താ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ജനങ്ങൾ ഇൻട്രാസ്ട്രക്ട് ചെയ്തേ പറ്റൂ. എന്തിനാണ് ഇതുപോലെയുള്ള കുറ്റങ്ങൾ ആരോപിക്കുന്നത് എന്ന് അവരും ചിന്തിക്കണം. മറ്റൊരു കുറ്റാരോപണം എന്താണെന്ന് വെച്ചാൽ ഒരുപക്ഷെ അവർ BJPയിലേക്ക് വന്നാ അതിനുശേഷം അവരുടെ പേരിൽ ഒരു കുറ്റവും ഇല്ല. ഇല്ല, നീതിപീഠം നീതി നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കും. ആ ഭാഗത്തും ഈ ഭാഗത്തും ആരെവിടെ വേണമെങ്കിലും നിൽക്കട്ടെ. നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ശരി, അത് അജിത് പവാർ ആണെങ്കിലും ശരി, അല്ലെങ്കിൽ അശോക് ചൗഹാൻ ആണെങ്കിലും ശരി, അവർക്കെതിരായിട്ടുള്ള കേസുകളൊക്കെ തീർച്ചയായിട്ടും നടക്കുമെന്നാണോ എന്ത് പറയുന്നത്? വേണമെങ്കിലും ആയിക്കോട്ടെ, കോടതി കാര്യങ്ങൾ അതിന്റെ പാട്ടിന് നടക്കും. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസ് അവരുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ ഇൻവെസ്റ്റിഗേറ്റ് ഏജൻസിയുടെ ഈ പ്രവൃത്തി കാരണം രാഷ്ട്രീയത്തിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാവുന്നു എന്നുള്ളത് സത്യമല്ലേ? ഡൽഹിയിൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ കേജ്രിവാളിന് സിമ്പതി കിട്ടിയാൽ ആര് തെറ്റ് ചെയ്യുന്നു അവരുടെ പൊളിറ്റിക്കൽ കരിയറിൽ അതിന്റെ അഡ്വൈസ് ഇമ്പാക്ട് ഉണ്ടാവും. താങ്കളുടെ പാർട്ടിയിലുള്ളവർ അരവിന്ദ് കേജ്രിവാളിന്റെ ഒരു വീഡിയോ റിലീസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ ഒരുപക്ഷെ മനീഷ് സിസോഡിയ തെറ്റ് ചെയ്താൽ അദ്ദേഹത്തെ ജയിലിലേക്ക് അയക്കുക. അതുപോലെ ഞാൻ എന്തെങ്കിലും അഴിമതി കാണിച്ചാൽ തീർച്ചയായിട്ടും എന്നെയും ജയിലിലേക്ക് അയക്കുമെന്ന്. എന്നിട്ട് പോയല്ലോ. ഓഡിയൻസിൽ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണോ? സർ, ഡൽഹിയിൽ BJPനെ കൊണ്ട് ജയിക്കാൻ കഴിഞ്ഞില്ല. സോ ചീഫ് മിനിസ്റ്ററിനെ അകത്താക്കിയത് ഭരണം കൈക്കലാക്കാനുള്ള മറ്റൊരു വഴിയാണോ സർ? ഒരുപക്ഷെ ഇത് ഗവൺമെന്റ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയുമായിരുന്നു. ഗവൺമെന്റ് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തതെന്ന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസ് 2-2.5 വർഷമായിട്ട് ഇതിന്റെ പുറകെയാണ്. ചിലരൊക്കെ ഈ കേസിന്റെ പേരിൽ ജയിലിൽ പോയി കഴിഞ്ഞു. ഓക്കെ സർ. ഇവിടെ നോക്കൂ സാർ, താങ്കളുടെ പാർട്ടി ഭരണത്തിൽ വന്നതിന് ശേഷം, അതായത് കഴിഞ്ഞ 10 വർഷത്തിന് ശേഷം ഇൻവെസ്റ്റിഗേറ്റ് ഏജൻസി വളരെ ചുറുചുറുക്കോട് ജോലി ചെയ്യുന്നെന്ന് താങ്കൾക്ക് തോന്നുന്നില്ലേ? അല്ല, ഏത് ഏജൻസിയാണ് ആക്റ്റീവ് അല്ലാത്തതെന്നൊന്ന് പറയൂ. ഇതിനു മുമ്പിലത്തേതുമായി കമ്പയർ ചെയ്യുമ്പോൾ ഏത് മിനിസ്ട്രിയാണ് ആക്റ്റീവ് അല്ലാത്തതെന്നൊന്ന് പറയൂ. എല്ലാം ആക്റ്റീവാണ്. പ്രൈം മിനിസ്റ്ററും ആക്റ്റീവാണ്. എല്ലാ മിനിസ്റ്റേഴ്സും ആക്റ്റീവാണ്. അതുകൊണ്ടാണ് ഇന്റർനാഷണൽ കമ്മിറ്റിയിലെ ഇന്ത്യയുടെ സ്ട്രക്ചർ ഇത്രയും വളർന്നിരിക്കുന്നത്. പൂർണ്ണ കോൺഫിഡൻസോടെ ഞാൻ പറയുക, ആദ്യം ഇന്റർനാഷണൽ ഫോറത്തിലെ ഇന്ത്യയുടെ സ്ഥാനം താഴെയായിരുന്നു. ഇന്ത്യയുടെ വാക്കുകൾക്ക് എത്രത്തോളം പ്രാധാന്യം കൊടുക്കണോ ഇത്രയും കാലം അത് കൊടുത്തിട്ടില്ല. പക്ഷേ ഇന്ന് ഇന്റർനാഷണൽ ഫോറത്തിൽ ഇന്ത്യ എന്തെങ്കിലും പറഞ്ഞാൽ ലോകം മുഴുവൻ ഇന്ത്യ എന്താണ് പറയുന്നതെന്ന് കാതുകൂർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇന്ത്യയുടെ വളർച്ച. പ്രധാനമന്ത്രി ആക്റ്റീവാണ്, ഇൻവെസ്റ്റിഗേറ്റ് ഏജൻസീസ് എല്ലാം ആക്റ്റീവാണ്. ഇപ്പോൾ കോൺഗ്രസിന്റെ കംപ്ലൈന്റ് എന്താണെന്ന് വെച്ചാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും ആക്റ്റീവായെന്ന്. കോൺഗ്രസ് പാർട്ടിയുടെ 210 കോടി. എല്ലാവരും മുഴുവൻ സമയവും അവരുടെ ജോലി സത്യസന്ധമായി ചെയ്യുന്നു. ആർക്കും ഇനാക്റ്റീവായിരിക്കാൻ കഴിയില്ല. എല്ലാവരും ആക്റ്റീവായിരിക്കണം. അത് പ്രസിഡന്റ് ആയിക്കോട്ടെ, പ്രൈം മിനിസ്റ്റർ ആയിക്കോട്ടെ, മിനിസ്റ്റേഴ്സ് ആയിക്കോട്ടെ, ബ്യൂറോക്രാറ്റ്സ് ആയിക്കോട്ടെ, എല്ലാവരും ആക്റ്റീവാണ്. എല്ലാവരും അവരുടെ ചുമതലകൾ നന്നായി നിർവഹിക്കണം. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കാരണം കോൺഗ്രസിന് എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഞങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുകയാണ്, ഒരു ട്രെയിൻ ടിക്കറ്റ് വാങ്ങാനുള്ള കാശ് പോലും ഞങ്ങളുടെ കയ്യിലില്ലെന്നാണ്. ഞങ്ങളുടെ പക്കൽ പോസ്റ്റർ ഒട്ടിക്കാനുള്ള കാശ് പോലും ഇല്ല, ആർക്കും 2 രൂപ പോലും കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിലില്ലെന്ന്. അങ്ങനെയൊന്നുമല്ല. ഇത് നിങ്ങളൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ജനങ്ങൾ സമ്മതിക്കുന്നില്ല. 2 രൂപ പോലും ഇല്ലെങ്കിൽ എങ്ങനെയാണ് സാർ? ഈ ഇലക്ഷനെ സംബന്ധിച്ച് ഒരു പ്രിൻസിപ്പൽ ഓപ്പോസിഷൻ പാർട്ടിയുണ്ട്, ഒരു പഴയ രാഷ്ട്രീയ പാർട്ടി. അതിന്റെ അക്കൗണ്ട്സ് ഫ്രീസ് ചെയ്ത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ. അതായത് നിങ്ങളാണ് ഫ്രീസ് ചെയ്തെന്ന് പറഞ്ഞ് ആരോ കുറ്റം ആരോപിക്കുന്നു. അങ്ങനെ ഏജൻസി ഫ്രീസ് ചെയ്തു എന്ന് വെച്ചോ, എന്തുകൊണ്ടാ കോടതി പോകഞ്ഞത്? ലോയർ കോർട്ടുണ്ട്, ഹൈക്കോർട്ടുണ്ട്, സുപ്രീം കോർട്ടുണ്ട്. എന്തുകൊണ്ട് പോയില്ല? പക്ഷേ റിലീഫ് കിട്ടുന്നില്ലല്ലോ. എന്ത് ചെയ്യാനാ? അതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളുടെ ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ കഴിയും? മോദിജിക്ക് എന്ത് ചെയ്യാൻ കഴിയും? പക്ഷേ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾക്കാർ മോദിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം വളരെ കഠിന ഹൃദയനാണ്. പക്ഷേ രാജ്നാഥ് സാർ വളരെ വിശാല ഹൃദയനാണ്. പക്ഷെ അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു. എല്ലാരോടും കരുണ കാണിക്കും. എല്ലാരോടും കരുണ കാണിക്കും. രണ്ടാമത്തെ കാര്യമെടുത്താൽ, അതായത് കറക്ഷന്റെ കാര്യത്തിൽ പറയുന്നവരെന്തു വേണമെങ്കിലും പറയട്ടെ. മോദിജി ലീഡറായി ഭരണത്തിൽ കയറി 10 വർഷമായി. പ്രതിപക്ഷത്തിരിക്കുന്ന ഒരാളുപോലും ഒരു മിനിസ്റ്ററും അഴിമതി കാണിച്ചിട്ടുണ്ടെന്ന് പറയാൻ കഴിയില്ല.
ഇതാണ് ഞങ്ങളുടെ ഗവൺമെന്റ്. കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോഴുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ഒരുപാട് അഴിമതി കേസുകൾ കുറ്റമറ്റ ഒരു കോൺഗ്രസ് ഗവൺമെന്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. വളരെ വലിയ തോതിലുള്ള അഴിമതികൾ. അതുകൊണ്ട് കോൺഗ്രസ് ഗവൺമെന്റിലുള്ള മന്ത്രിമാരും അഴിമതി കേസിൽ അകത്തു പോയിട്ടുണ്ട്. എന്തുകൊണ്ട് അവർ മിനിസ്റ്ററെ രക്ഷിക്കാഞ്ഞത്? ഇപ്പൊ ഞങ്ങളോടൊന്ന് ഇവരെ നിങ്ങൾ രക്ഷിക്കാൻ പറഞ്ഞാൽ എങ്ങനെയാണ്? കോടതിയുണ്ടല്ലോ, കോടതിയാണ് ശിക്ഷ വിധിച്ചത്. കോൺഗ്രസ് ഭരണത്തിലുള്ളപ്പോഴും അവരുടെ ഗവൺമെന്റിലുള്ളവർക്ക് തന്നെ ശിക്ഷ കിട്ടിയിരുന്നല്ലോ. ഇതും അതുപോലെ തന്നെയാണ്. ഒരുപക്ഷെ ഏജൻസിക്ക് എന്തെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ കോടതി അതിൽ ഇടപെടും. തെറ്റ് ചെയ്തവരെ കോടതിക്ക് ശിക്ഷിക്കാൻ അധികാരമുള്ളൂ. കോടതിക്ക് മാത്രമേ അധികാരമുള്ളൂ. ഇതാണ് രാഹുൽ ഗാന്ധി തന്റെ പ്രസ് കോൺഫറൻസിൽ കംപ്ലൈന്റ് ആയിട്ട് പറഞ്ഞത്. ജനാധിപത്യത്തെ കൊല്ലുന്നു, ഞങ്ങളുടെ അക്കൗണ്ട്സ് ഫ്രീസ് ചെയ്യുന്നു, മീഡിയയും ഒന്നും ചെയ്യുന്നില്ല, കോടതി ഒന്നും ചെയ്യുന്നില്ല, എല്ലാവരും കാഴ്ചക്കാരായിട്ട് നിൽക്കുകയാണ്. എന്ത് കഥയാണിത്? അപ്പൊ കോടതിയുടെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും പോയി കേസ് കൊടുക്കും. അവർ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഒരുപക്ഷെ നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ്. ഒരുപക്ഷെ നരേന്ദ്രമോദി മൂന്നാമത്തെ പ്രാവശ്യവും ജയിക്കുകയാണെങ്കിൽ അതിനുശേഷം ദേശത്ത് ജനാധിപത്യത്തിന് ഒരു ജോലിയും കാണില്ല. അതിനുശേഷം ഇലക്ഷനും നടക്കില്ല. മോദി ആയിരിക്കും എപ്പോഴും പ്രധാനമന്ത്രി. കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രൊവിഷനുണ്ട്. പ്രൊവിഷനിൽ നിന്ന് ദൂരെ മാറി അതൊഴിവാക്കി ഞങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒന്ന് കാണിക്കൂ. പക്ഷെ പ്രതിപക്ഷം എന്താണോ പറയുന്നതെന്ന് വെച്ചാൽ ഗവൺമെന്റ് ഈ ED, CBI, ഇൻകം ടാക്സ് ഇവരെയൊക്കെ ആയുധമായിട്ട് ഉപയോഗിക്കുന്നു, പ്രതിപക്ഷത്തുള്ളവരെ പേടിപ്പിക്കുന്നു. ഇത് വളരെ തെറ്റാണ്. ഒരിക്കലും സത്യമല്ല. ഇത് പൂർണ്ണമായും നുണയാണ്. നിങ്ങൾ തന്നെ പോയി ചോദിക്കൂ. ഒരു പൊളിറ്റിക്കൽ പാർട്ടി നിങ്ങൾ തന്നെ പോയി ചോദിക്കൂ. ജനങ്ങളുടെ വിശ്വാസം പിടിച്ചെടുക്കൂ. ആ വിശ്വാസമാണ് ഏറ്റവും വലുത്. നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുന്നില്ല. ജനങ്ങളുടെ വിശ്വാസം പിടിച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. നിങ്ങളുടെ കുറവുകൾ മറച്ചുവെക്കാൻ വേണ്ടി രാജ്യം ഭരിക്കുന്നവരുടെ മേൽ ഇല്ലാത്ത കാര്യങ്ങൾ ആരോപിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു. അവർ ജനങ്ങളോട് പറയുന്നു, ജനങ്ങളെ നിങ്ങൾ ചെയ്യുന്ന വോട്ടെല്ലാം EVM മുഖേന BJPക്കായിരിക്കും പോകുന്നതെന്ന്. ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ അവർ ജയിക്കുകയാണെങ്കിൽ അവിടെ EVM കറക്റ്റാണ്. ഏത് സംസ്ഥാനത്തിലാണ് അവർ തോൽക്കുന്നത് അവിടെ EVMന് പ്രശ്നമുണ്ട്. എന്താ ഇത്? ഇതിനെന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ തന്നെ തീരുമാനിക്കൂ. ഓപ്പോസിഷൻ ഇത്രയ്ക്ക് വീക്കായതിനു ശേഷം അവരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? താങ്കൾ തന്നെ പറ. രാജ്യത്തൊരു ശക്തമായ പ്രതിപക്ഷം വേണ്ടേ? ഇല്ല, അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കാനുള്ള ശേഷി എനിക്കില്ല. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും തുടരുന്നതായിരിക്കും. താങ്കൾ ജനങ്ങളെ കാണാൻ വേണ്ടി ഉത്തർപ്രദേശിൽ പോയപ്പോൾ അവരെന്താണ് പറഞ്ഞത്? അവിടെ നിന്നാണോ താങ്കൾക്ക് ഈ ഐഡിയ കിട്ടിയത്? എല്ലാവരും മോദി 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 എന്നാ പറയുന്നത്. ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെയാണ്. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ആണ്. അദ്ദേഹത്തിന്റെ എതിരായിട്ടുള്ള അടുത്ത കുറ്റാരോപണം എന്താണെന്ന് നമുക്ക് നോക്കാം. ആപ്കി അദാലത്തിൽ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗിന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം ഇദ്ദേഹം പ്രതിപക്ഷത്തെ ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. മോദി 400 സീറ്റ് എന്ന് പറയുന്നു, അമിത്ഷായും 400 സീറ്റ് എന്ന് പറയുന്നു, താങ്കളും 400 സീറ്റ് എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രതിപക്ഷത്തിനോട് നിങ്ങൾക്കൊന്നും ഇല്ലെന്നാണോ പറയുന്നത്? അല്ലല്ല, ജനങ്ങളെ കാണുമ്പോൾ, ജനങ്ങളുടെ ജീവിത നിലവാരം കാണുമ്പോൾ ഞങ്ങൾ വളരെ പ്രതീക്ഷയിലാണ് ഉള്ളത്. ഞങ്ങൾ NDA 400-ൽ കൂടുതൽ സീറ്റുകളിൽ തീർച്ചയായും വിജയിക്കും. പിന്നെ ഞങ്ങളുടെ അസസ്മെന്റ് പ്രകാരം, ജനങ്ങളെ വെച്ച് ഞങ്ങൾ ചെയ്ത അസസ്മെന്റ് വെറുതെയല്ല. ഞങ്ങളുടെ ഇപ്പോഴത്തെ കണക്കുകൂട്ടലുകൾ അനുസരിച്ച് ഭാരതീയ ജനതാ പാർട്ടി 370-ലും അതിൽ കൂടുതലും സീറ്റുകളിൽ വിജയിക്കും. ഞങ്ങളുടെ ഈ വിശ്വാസം ജനങ്ങൾ നിറവേറ്റുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇതുവരെ വിജയിപ്പിച്ചില്ലേ, ഇപ്രാവശ്യവും വിജയിപ്പിക്കും. ഈ ആത്മവിശ്വാസത്തെക്കുറിച്ച് കോൺഗ്രസിന്റെ ലീഡർ മല്ലികാർജുന ഖാർഗെ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇദ്ദേഹം ഓരോ ദിവസവും 400 സീറ്റ് ജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കാരത്തോടുകൂടി ചുറ്റിക്കറങ്ങുകയാണ്. പക്ഷേ അവസാനം അവർ നല്ലൊരു പാഠം പഠിക്കും. അതിനുവേണ്ടിയാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നത്. അല്ലല്ല, വേണമെങ്കിൽ ഞാൻ നിങ്ങളെ കൈകൂപ്പി തൊഴാം. കോൺഗ്രസ് ലീഡറോട് ഞാൻ ഒരു കാര്യം പറയാം. ഇത് ഞങ്ങളുടെ തീരുമാനമാണ്. പിന്നെ ജനങ്ങളുടെ സ്നേഹവും അവരുടെ വിശ്വാസവും കാണുമ്പോൾ ഞങ്ങളുടെ NDA തീർച്ചയായും 400 സീറ്റിൽ വിജയിക്കും. ഇത് ഭവ്യതയോടെ പറയുകയാണ്, അല്ലാതെ അഹങ്കാരത്തോടെയല്ല.
നിങ്ങൾ രാജ്യം മുഴുവനും ചുറ്റിക്കറങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഇത്രയും സീറ്റ് നിങ്ങൾക്ക് എങ്ങനെ ലഭിക്കുമെന്ന് അറിയാൻ ജനങ്ങൾ വളരെ താല്പര്യത്തോടെ ഇരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം 62 സീറ്റേ ഉള്ളായിരുന്നു. ഈ പ്രാവശ്യം അതിൽ കൂടുതൽ കിട്ടുമെന്ന് എങ്ങനെ? 78 ജയിക്കും. ഞങ്ങൾ 80 സീറ്റുകളിൽ വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. താങ്കൾ ജനങ്ങളെ കാണാൻ വേണ്ടി ഉത്തർപ്രദേശിൽ പോയപ്പോൾ അവരെന്താണ് പറഞ്ഞത്? അവിടെ നിന്നാണോ താങ്കൾക്ക് ഈ ഐഡിയ കിട്ടിയത്? എല്ലാവരും മോദി 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 എന്ന് മാത്രമാണ് പറയുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണ്. ഇതാ നോക്കൂ, ആന്ധ്രാപ്രദേശ് പോലുള്ള ഒരു സംസ്ഥാനത്ത് BJPക്ക് ഒരു സീറ്റ് പോലും ഇല്ല. പക്ഷെ അവിടെയും ജനങ്ങൾ മോദി മോദി എന്നാണ് അല്ല, പറയുന്നത്. ഞാൻ ആന്ധ്രാപ്രദേശിൽ പോയിരുന്നു. വിശാഖപട്ടണത്തിൽ ഒരു ഇന്റലക്ച്വൽ മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നു. ഏകദേശം 1000 ഇന്റലക്ച്വൽ അവിടെ ഉണ്ടായിരുന്നു. ആ പബ്ലിക് മീറ്റിംഗ് ഞാൻ അഡ്രസ് ചെയ്തിരുന്നു. ആ മീറ്റിംഗ് കണ്ടിട്ട് അവിടെയും സപ്പോർട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. എന്തായാലും വലിയ ഭൂരിപക്ഷത്തോടെ ഞങ്ങൾ വിജയിക്കും. അവിടെ TDP ആയിട്ട് ഞങ്ങൾ അലയൻസും ഉണ്ട്. ഞങ്ങളുടെ ടാർഗറ്റ് എല്ലാ സീറ്റിലും ഞങ്ങളുടെ അലയൻസ് ജയിക്കണമെന്നാണ്. TDPയും ഞങ്ങളും ചേർന്ന് ശ്രമിക്കുന്നുണ്ട്. എത്ര സീറ്റിൽ വിജയിക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. തമിഴ്നാട്ടിൽ ഇതിലും കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് കരുതുന്നു. പ്രധാനമന്ത്രി പല പ്രാവശ്യവും 10 വർഷത്തിനുള്ളിൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഇത്തവണ ഞങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു റിസൾട്ട് തമിഴ്നാട്ടിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടും. തീർച്ചയായും കിട്ടും. ഭാരതീയ ജനതാ പാർട്ടി അവിടെ ഗവൺമെന്റ് രൂപീകരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് വളരെയേറെ കഠിനമായൊരു കാര്യമാണ്. പക്ഷേ ഇത്തവണ അവിടെ DMK ഒഴിച്ചുള്ള മറ്റു പൊളിറ്റിക്കൽ പാർട്ടീസുമായി, അവിടെയുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി ഞങ്ങൾ അലയൻസ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ജനങ്ങൾക്കിടയിൽ നമ്മുടെ ഗവൺമെന്റിനുമേൽ, നമ്മുടെ മോദിജിയുടെ മേൽ അവിടെയുള്ള ജനങ്ങൾക്കൊരു വിശ്വാസമുണ്ടായിട്ടുണ്ട്. തമിഴ്നാട്ടിൽ എന്തു വേണമെങ്കിലും നടക്കും. ചിലർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സമയത്ത് ചിലർ പറയുന്നു 4-5 സീറ്റിൽ ജയിക്കുമെന്ന്, ചിലർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 10-15 സീറ്റിൽ ജയിക്കുമെന്നാണ്. തമിഴ്നാട്ടിൽ വളരെ ബുദ്ധിമുട്ടിയാണ് BJPക്ക് 1-2 സീറ്റ് കിട്ടിയത്. അതെ അതെ, കന്യാകുമാരി സീറ്റിൽ ഞങ്ങൾ ജയിച്ചതാണല്ലോ. പക്ഷേ ഇത്തവണ തീർച്ചയായും ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ സാർ, ഞങ്ങൾ തമിഴ്നാടിന്റെ രാഷ്ട്രീയം നോക്കുമ്പോൾ ഇതുവരെ ഞങ്ങൾ കണ്ടവരെല്ലാം സനാതനധർമ്മം എതിർക്കുന്ന വ്യക്തികളാണ്. അവിടെ ഉള്ളവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സനാതനധർമ്മം വേരോർ അറുക്കപ്പെടേണ്ട ഒന്നാണ്. ആര് വിചാരിച്ചാലും ഇല്ലാതാക്കാൻ സാധിക്കില്ല. സനാതനം ആർക്കും നശിപ്പിക്കാൻ കഴിയാത്ത ഒരു പുരാതന ധർമ്മമാണ്. അത് നശിപ്പിക്കാൻ കഴിയില്ല. അതായത് ജനങ്ങൾക്ക് സനാതനത്തെക്കുറിച്ച് കോൺസെപ്ഷണൽ ക്ലാരിറ്റി ഇതുവരെ കിട്ടിയിട്ടില്ല. അത് കിട്ടണം, എങ്കിലെല്ലാം ശരിയാവും. ഇപ്പൊ നമ്മൾ ബീഹാറിനെ ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ, ബീഹാറിൽ RJD, കോൺഗ്രസ് എല്ലാ പാർട്ടിയും ഒന്നിച്ചാണ് നിൽക്കുന്നത്. പക്ഷേ അവര് ഒരു വലിയ ഭീഷണിയായിട്ട് എന്റെ തോന്നുന്നില്ല. അഭിപ്രായത്തിൽ അവർ തീർച്ചയായും വിഷമിക്കും. അല്ലെങ്കിലും വിഷമിച്ചുകൊണ്ടിരിക്കുക. ബീഹാറിൽ ഞങ്ങളുടെ കണക്കുകൂട്ടലനുസരിച്ച് 40-ൽ 40 നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബീഹാറിൽ നല്ലൊരു അലയൻസ് ഒക്കെ വന്നു. പക്ഷേ അവസാനത്തെ നിമിഷത്തിൽ നിങ്ങൾ നിതീഷ് കുമാറിനെ മറുകണ്ഠം ചാടിച്ചല്ലോ. ഇല്ലില്ല, നിതീഷ് കുമാറും ഒരു നല്ല വ്യക്തിയാണ്, പഴയൊരു മനുഷ്യനാ. പിന്നെ അദ്ദേഹം ബെൽറ്റി അടിച്ചതിനെക്കുറിച്ച് ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയും, അതായത് നിതീഷ് കുമാറിനെക്കുറിച്ച് ജനങ്ങൾ ചിന്തിക്കട്ടെ, ചിന്തിക്കാതിരിക്കട്ടെ. പക്ഷേ ഈ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരാൾ പോലും പറയില്ല അദ്ദേഹം അഴിമതി കാണിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെയുള്ള ഒരാൾ ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കും. ഇവിടെ നോക്കൂ സാർ, രാഹുൽ ഗാന്ധിയുടെ ന്യായ് യാത്ര ഏത് സംസ്ഥാനത്തേക്ക് പോകുന്നോ അവിടെയുള്ള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം BJPയിലേക്ക് പോവുകയാണ്. അതൊക്കെ അതിശയമാണ്, അതിശയം. ശരിക്കും ബംഗാളിൽ മമതാ ബാനർജി ഇന്ത്യ അലയൻസിനുള്ള സപ്പോർട്ട് ഉപേക്ഷിച്ചിരിക്കുക. ബീഹാറിൽ പോയതിനു ശേഷം നിതീഷ് കുമാറും ഭാരത് ജോഡോ യാത്ര പോലെ എങ്ങോട്ടെങ്കിലും പോവാൻ പറയേ. അദ്ദേഹം തന്റെ യാത്ര തുടർന്നു, ജനങ്ങളെയെല്ലാം കണ്ടു, ദേശം മുഴുവനും ചുറ്റിക്കറങ്ങി. ഇതിന്റെ ഫലം ഇലക്ഷനിൽ കിട്ടുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഫലം കിട്ടുമെങ്കിൽ അദ്ദേഹത്തിന് പിന്നെ അങ്ങോട്ട് പോയിക്കൂടെ? എന്തിനാണ് ഞങ്ങളുടെ കൂടെ വന്ന് ചേരുന്നത്? എന്തുകൊണ്ടാണ്? ഇല്ലില്ല, ഇത് താങ്കളുടെ രാശിയാണെന്നാണ് തോന്നുന്നത്. താങ്കൾ എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഇല്ലില്ല, അതിശയത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ച് അവരുടെ വിശ്വാസം നേടിയെടുക്കണം. അങ്ങനെ ആ വിശ്വാസം നേടിയെടുത്ത് വലിയ വിജയമുണ്ടാക്കാനാണ് ഞങ്ങൾ ഓഡിയൻസിൽ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണം?
ഈ തിരഞ്ഞെടുപ്പിൽ BJPക്ക് രാമക്ഷേത്രത്തിന്റെ ഫലം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതിന്റെ ഇമ്പാക്ട് കുറഞ്ഞെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് പറയാനുള്ളത് രാമക്ഷേത്രത്തിന്റെ കാര്യം ഒരിക്കലും രാഷ്ട്രീയവൽക്കരിക്കരുതെന്നാണ്. ഇതൊരു സംസ്കാരത്തിന്റെ പ്രശ്നമാണ്, ഒരു സ്പിരിച്വലായിട്ടുള്ള കാര്യം. ഒരിക്കലും നമ്മൾ രാമക്ഷേത്രത്തിന്റെ കാര്യം ഒരു ത്രാസിൽ വെച്ച് തൂക്കി നോക്കാൻ പാടില്ല. അതെ, ശ്രീരാമനിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. തന്നെയുമല്ല, ഞങ്ങൾ തുടക്കം മുതൽ തന്നെ ഈ മണ്ണിൽ രാമക്ഷേത്രം നിർമ്മിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. നിങ്ങൾ കണ്ടതാണല്ലോ, 22-ാം തീയതി അയോധ്യയിലെ രാമപ്രതിഷ്ഠ നടന്നുകഴിഞ്ഞു. ഭഗവാൻ രാമൻ ഇതുവരെ വസിച്ചിരുന്ന കുടിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് വന്നിരിക്കുന്നു. അവിടെ രാമരാജ്യം ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം രാജ്നാഥ് സിംഗിനോടുള്ള ചോദ്യങ്ങളും അതിനുള്ള ഉത്തരവും തുടരുന്നതായിരിക്കും. ഞങ്ങൾ ആരെയും ആക്രമിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, ഇന്ത്യക്കൊരു സംസ്കാരമുണ്ട്. നമ്മുടെ ഇന്ത്യ രാജ്യം ഇതുവരെ ഒരു രാജ്യത്തെയും ആക്രമിച്ചിട്ടില്ല. ലോകത്തെവിടെയും 1 ഇഞ്ച് ഭൂമി പോലും കയ്യേറിയിട്ടില്ല. ഇതാണ് നമ്മുടെ ചരിത്രം. വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്ററായ രാജ്നാഥ് സിംഗിനോടാണ്. ആപ്കി അദാലത്തിൽ അടുത്ത കുറ്റാരോപണം. ആപ്കെ അദാലത്തിൽ ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗിന്റെ മേലുള്ള കുറ്റാരോപണം ഇവർ ഭരിക്കുന്ന സമയത്ത് അയൽ രാജ്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. രാജ്നാഥ് സർ, പാകിസ്ഥാനിൽ ഇലക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഷെഹബാസ് ഷെരീഫ് പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സ്പീച്ചിൽ തന്നെ അദ്ദേഹം കാശ്മീരിൽ അവിടെയുള്ള ആൾക്കാരെ കൊല്ലുകയാണ്. ആ താഴ്വരയിൽ മൊത്തം രക്തആർ ഓടുകയാണ്. തീർച്ചയായിട്ടും കാശ്മീർ ഞങ്ങൾ തിരിച്ചെടുക്കുമെന്ന് പറയുന്നു. കാശ്മീർ നിങ്ങൾക്ക് എങ്ങനെ വാങ്ങാൻ കഴിയും? അവരവരുടെ POKയെ കുറിച്ച് ചിന്തിച്ചാൽ നന്നായിരുന്നു. പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിനെ കുറിച്ച് ചിന്തിക്കാൻ പറയൂ. ഞാൻ 1.5 വർഷം മുമ്പ് ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്താണ് പറഞ്ഞെന്ന് വെച്ചാൽ, നമ്മൾ ആരെയും ആക്രമിച്ച് ഭൂമി കയ്യേറേണ്ട ആവശ്യമില്ല. പാക് ഓക്യുപ്പൈഡ് കാശ്മീരിലെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ, പാക് ഓക്യുപ്പൈഡിലെ ജനങ്ങൾ തന്നെ ഞങ്ങളെ ഇന്ത്യയിൽ ചേർക്കണമെന്ന് പറയുകയാണ്. ഇന്ത്യയിലേക്ക് വരാൻ അവർക്ക് താല്പര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞോ? ഇല്ലില്ല, ഞാൻ അതിനെക്കുറിച്ച് പറയില്ല. അത് ഞാൻ പറയാനും പാടില്ല. ഞങ്ങൾ ആരെയും ആക്രമിക്കില്ല. കാരണം ഇന്ത്യക്കെന്നൊരു ചരിത്രമുണ്ട്, സംസ്കാരമുണ്ട്. നമ്മുടെ ഇന്ത്യ ഇതുവരെ ഒരു രാജ്യത്തെയും ആക്രമിച്ചിട്ടില്ല. നമ്മുടെ ഇന്ത്യ ഒരു രാജ്യത്തിന്റെയും 1 ഇഞ്ച് ഭൂമി പോലും കയ്യേറിയിട്ടില്ല. ഇത് നമ്മുടെ ചരിത്രമാണ്. പക്ഷേ ഒരുപക്ഷെ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ, ആക്ച്വലി POKയും നമ്മുടേതായിരുന്നു, നമ്മുടേത് തന്നെയാണ്. ഇന്നും POK നമ്മുടേതെന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷെ പാർലമെന്റിൽ അതിരഞ്ജൻ ചൗധരി നിങ്ങളോട് എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾ POK കൊണ്ടുവരത്തില്ല, അവിടുന്ന് ഒരു ആപ്പിളെങ്കിലും കൊണ്ടുവരാൻ പറയുകയാണ്. പറയട്ടെ, POK വീണ്ടും ഇന്ത്യയിൽ തന്നെ വരുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. പക്ഷേ റിപ്പോർട്ടിൽ ഞാൻ കണ്ടു അവിടെ കാശ്മീരിൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഹെവി ഡ്യൂട്ടി ഹെലികോപ്റ്ററൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് പാകിസ്ഥാന്റെ ബോർഡറിൽ. അങ്ങനെയൊന്നുമില്ല, ഒന്നുമില്ല, ഒരു പ്രശ്നവുമില്ല. ഒരുപക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യ സൈന്യത്തിന്റെ കഴിവിലും ബലത്തിലും ജനങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ആവശ്യമുള്ളപ്പോഴെല്ലാം സൈന്യത്തിന്റെ ബലവും കഴിവും കാണിച്ചിട്ടുണ്ട്. ഏതവസ്ഥയിലും അവർ ഇന്ത്യയുടെ തലകുനിയാൻ സമ്മതിക്കില്ല. നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം അവർ കാക്കും. എനിക്കതിൽ വിശ്വാസമുണ്ട്. വളരെ അടുത്തിരുന്നുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ ആർമി, നമ്മുടെ എയർഫോഴ്സ്, നമ്മുടെ നേവി, 3 സേനയുടെയും ഓഫീസേഴ്സിന്റെ, സോൾജിയേഴ്സിന്റെ ധൈര്യം ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ഹോം മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ പാരാമിലിറ്ററി ഫോഴ്സസ്, അവരുടെ റോളും വലുതാണ്. ഇന്ത്യയിൽ അവർക്കും പ്രധാന റോളുണ്ട്. അവരുടെ ധീരതയും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. നമ്മൾ വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല. പാകിസ്ഥാന്റെ കാര്യത്തിനെക്കുറിച്ച് ഏകദേശം മനസ്സിലായി. ചൈനയെ കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലേ? എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ ഭയപ്പെടാൻ എന്തിരിക്കുന്നു? ചൈനയിൽ നിന്ന് ആപത്തുണ്ടാകുമെന്ന് കരുതി തലയ്ക്ക് കൈകൊടുത്തിരിക്കാൻ പറ്റില്ലല്ലോ. വരുമ്പോൾ നേരിടാം. ഇന്ത്യ ഇപ്പോൾ ബലഹീനമായ ഇന്ത്യയല്ല. ഇന്ത്യ ലോകത്തെ വലിയ ശക്തിയായി മാറിക്കഴിഞ്ഞു. രാഹുൽ ഗാന്ധി എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ കാരണമാണ് പാകിസ്ഥാനും ചൈനയും ഒന്നായത്. ഇപ്പോൾ അവരൊന്നിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. ചേരട്ടെ, അതിന് നമ്മളെന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ അവർ രണ്ടുപേരും ബലഹീനരാണെന്ന് അവർ സമ്മതിക്കുന്ന പോലെയല്ലേ? എന്താ, ശരിയല്ലേ? അദ്ദേഹം ആരോപിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ചൈന നമ്മുടെ 2000 സ്ക്വയർ കിലോമീറ്റർ ആക്രമിച്ചിരിക്കുകയാണ്. പിന്നെ
ചൈനീസ് പട്ടാളം നമ്മുടെ പട്ടാളക്കാരെ അടിക്കുന്ന സമയത്ത് ഇന്ത്യൻ ഗവൺമെന്റ് ഉറങ്ങുകയാണെന്നാണ്. എനിക്ക് നമ്മുടെ ഇന്ത്യൻ സോൾജേഴ്സിന് നേരെ ഇങ്ങനെയൊരു കുറ്റം ആരോപിക്കുന്നതിൽ വളരെ വിഷമമുണ്ട്. അത് ശരിയല്ല. അദ്ദേഹം ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. ചൈന ഇന്ത്യയുടെ അതിർത്തിയിൽ 62-ല് അതിക്രമിച്ച് കയറി. അന്ന് എന്തൊക്കെയാണ് ചെയ്തത്? അതൊന്നും ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഓർമ്മിപ്പിക്കുകയുമില്ല, ഞാൻ സംസാരിക്കുകയുമില്ല. ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. ഇന്ത്യയുടെ 1 ഇഞ്ച് ഭൂമി പോലും ആർക്കും ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. ഇത് സത്യമാണ്. നിങ്ങൾ ഭയപ്പെടാതിരിക്കും. ഇതുപോലെ പല കാര്യങ്ങളും എനിക്ക് ഓപ്പണായിട്ട് ഇപ്പോൾ പറയാൻ കഴിയില്ല. കാരണം ഇന്ത്യയും ചൈനയും തമ്മിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. വളരെ സൗഹൃദപരമായ ചർച്ചയാണ് നടക്കുന്നത്. അല്ലെങ്കിൽ ഇനിയും പല കാര്യങ്ങളും എനിക്ക് പറയാനുണ്ടായിരുന്നു. ശരി, താങ്കൾ പറയുന്നത് പോലെ അവരങ്ങനൊന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ ചർച്ചകളൊക്കെ എന്തിനു വേണ്ടിയാണ്? 19 പ്രാവശ്യം ചർച്ച നടത്തിയത്? ദയവ് ഇതിനെക്കുറിച്ച് കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ഉണ്ട്. ഈ ഷോ കഴിഞ്ഞതിന് ശേഷം പുറത്തു വന്ന് നിങ്ങളോട് പറയാം. ഈ സൈന്യത്തിന്റെ political കാര്യങ്ങൾ ഇവിടെ matters ധാരാളം കൂടുതലായി ഡെപ്സോങ് ഉണ്ട്, ഹോട്ട് സ്പ്രിംഗ് ഉണ്ട്, കോബ്രാക്കളുണ്ട്. നിങ്ങൾ അതുപോലത്തെ ഭയപ്പെടാതിരിക്കൂ. സ്ഥലങ്ങളിൽ നിങ്ങളോട് ഒരേ ഒരു കാര്യം മാത്രം ഞാൻ പറയാം. അതായത് ഇത്തവണ ചൈനയുമായിട്ട് നടന്ന പ്രശ്നം നമ്മുടെ അതിർത്തിയിലെ സൈന്യമാണെങ്കിലും എയർഫോഴ്സ് ആണെങ്കിലും നേവി ആണെങ്കിലും ശരി, അവരുടെ ധീരതയും കഴിവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് വളരെ അഭിമാനമുണ്ട്. ഇതുപോലെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. ഇതെല്ലാം നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ അറിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ സൈന്യത്തോടുള്ള വിശ്വാസവും ബഹുമാനവും വർദ്ധിക്കും. ഗാൽവാനിൽ നമ്മുടെ പട്ടാളക്കാർ അവരുടെ ധൈര്യം കാണിച്ചിരിക്കുകയാണ്. രാജ്യം മുഴുവനും കണ്ടു, എല്ലാവർക്കും അവരെക്കുറിച്ച് മനസ്സിലായി. അതിനുശേഷമെങ്കിലും ചൈനയുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഗൽവാനിൽ നിങ്ങൾ കണ്ടതല്ലേ? ചൈനയുമായിട്ടുള്ള വാർ നിങ്ങൾ കണ്ടതല്ലേ? ബുള്ളറ്റ്സ് യൂസ് ചെയ്യാതെ ഫിസിക്കലി ആയിരുന്നു ഫൈറ്റ് നടന്നത്. ചൈനയുടെ സോൾജേഴ്സുമായി നേർക്കുനേർ ഏറ്റുമുട്ടൽ. നമ്മുടെ 20 സോൾജേഴ്സാണ് കൊല്ലപ്പെട്ടത്. പക്ഷെ ചൈനയുടെ എത്ര സോൾജേഴ്സാണ് മരിച്ചത്? ഇത് ഞാൻ പറഞ്ഞതല്ല, ഫോറിൻ ഏജൻസീസാണ് പറഞ്ഞത്. 35 മുതൽ 40 വരെയാണ് മരണസംഖ്യ. ഇത് ഞങ്ങൾ പറയുന്നതല്ല. നമ്മുടെ 20 സോൾജേഴ്സ് കൊല്ലപ്പെട്ടുവെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഇത് പറഞ്ഞത് ഫോറിൻ ഏജൻസീസാണ്. എന്റെ ഓർമ്മ വെച്ച് നോക്കുകയാണെങ്കിൽ പറഞ്ഞത് ഓസ്ട്രേലിയൻ ഏജൻസിയാണെന്ന് തോന്നുന്നു. ഏതോ ഒരു ഏജൻസിയാണ് ഇത് കൺഫേം ചെയ്തത്. അവർ ചൈനയിൽ ചെന്ന് വെരിഫൈ ചെയ്തപ്പോൾ അറിഞ്ഞത് 35 to 40 സോൾജേഴ്സ്, ചൈനയുടെ സോൾജേഴ്സ് കൊല്ലപ്പെട്ടിരിക്കുന്നു. അതായത് സർ, ഈ ചൈനീസ് ബോർഡറിൽ നടക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ അത് ചൈനയുടെ ഭാഗത്ത് വളരെ സ്ട്രോങ് ആയിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഭാഗത്ത് ഒന്നും തന്നെ ഇത് സംഭവിക്കുന്നില്ലല്ലോ. സത്യമാണ്. ബോർഡർ ലൈൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ചൈന വളരെ ഫാസ്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇല്ലെന്ന് പറയാനാവില്ല. പണ്ട് മുതലേ അവർ അത് ചെയ്യുന്നുണ്ട്. ഇതിനു മുമ്പ് ഭരിച്ചിരുന്ന ഗവൺമെന്റ് ആ സമയത്ത് കോൺഗ്രസിലെ ഡിഫൻസ് മിനിസ്റ്റർ എന്താ പറഞ്ഞെന്ന് വെച്ചാ, ഇപ്പൊ നമ്മൾ ഇന്ത്യ ചൈന ബോർഡറിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്താൽ ചൈന ഇന്ത്യയുടെ ബോർഡർ കടക്കും, അതുകൊണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ മോദിജി പ്രധാനമന്ത്രിയായ ഉടനെ അന്നു മുതൽ ഇന്ത്യ ചൈന ബോർഡറിൽ വളരെ വേഗത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വേഗത്തിലാണ് അത് ചെയ്യുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്കും അത് പോയി നോക്കാവുന്നതാണ്. ഇപ്പോൾ ചൈനയെക്കുറിച്ചുള്ളൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. രാഹുൽ ഗാന്ധിയും പറയുന്നതാണ്, അവരുടെ പാർട്ടിയിലുള്ള ആൾക്കാരും പറയുന്നത് ഇത് തന്നെയാണ്. അതായത് നരേന്ദ്രമോദി ചൈനയെ കണ്ട് പേടിക്കുകയാണെന്ന്. മോദിജിക്ക് ഭയമാണെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് അതിശയമാ തോന്നുന്നത്. അദ്ദേഹം ഒന്നിനും ഭയപ്പെടുന്നയാളല്ല. അദ്ദേഹത്തിന്റെ ക്യാരക്ടർ അങ്ങനെയല്ല. ഭയപ്പെടാൻ യാതൊരു കാരണവുമില്ലല്ലോ. ഇവർക്കത് മനസ്സിലാവുന്നില്ല. ഇന്ത്യയുടെ ശക്തിയിൽ, ഇന്ത്യൻ സൈന്യത്തോട് ഇവരെന്തിനാണ് വെറുതെ ഓരോ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്ററിന് വിശ്വാസമുണ്ടോ ഒരു പക്ഷേ ചൈന നമ്മളെ ആക്രമിക്കുകയാണെങ്കിൽ അവരെ അറ്റാക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കും? ഇതുപോലൊന്നും ചെയ്യാതിരിക്കാൻ ദൈവം നിങ്ങൾക്ക് നല്ല ബുദ്ധി തരട്ടെ. ഇന്ത്യയ്ക്ക് ഒരു ചരിത്രമുണ്ട്. ഇന്ത്യയുടെ ചരിത്രം വെച്ച് ഇന്ത്യ ഇതുവരെ ഒരു രാജ്യത്തെയും ആക്രമിച്ചിട്ടില്ല. ലോകത്ത് ഒരു രാജ്യത്തിന്റെയും 1 ഇഞ്ച് ഭൂമി പോലും ഇന്ത്യ കൈയേറിയിട്ടില്ല, അതിക്രമിച്ച് കയറിയിട്ടില്ല. പക്ഷേ ഇത്രയൊക്കെ ചോദിച്ചതുകൊണ്ട് ഒരു സത്യം ഞാൻ പറയാം. അയൽ രാജ്യങ്ങളുമായി നമ്മൾ വളരെയേറെ സൗഹൃദത്തിലാണ്. ഒരു കാരണവശാലും ഇന്ത്യക്കൊരു ചെറിയ നഷ്ടം പോലും ഉണ്ടാക്കില്ല. സൗഹൃദത്തിന് മുൻകൈയെടുക്കും. പക്ഷേ ഇന്ത്യയുടെ അഭിമാനത്തിൽ ആരെങ്കിലും തൊട്ടുകളിക്കാൻ വന്നാൽ അതിന് തക്ക മറുപടി കൊടുക്കാനുള്ള ശക്തി നമുക്കുണ്ട്. പക്ഷേ
അയൽ രാജ്യങ്ങളുമായി സൗഹൃദമാണ് എന്നും നല്ലത്. എപ്പോഴും സമാധാനത്തിന് അതാണ് നല്ലത്. അടൽജിയും അങ്ങനെയാണ് പറയാറ്. അദ്ദേഹം പറയും, നമ്മൾ വളരെ ശ്രദ്ധിച്ചിരിക്കണമെന്ന്. ജീവിതത്തിൽ സുഹൃത്തുക്കൾ മാറും, പക്ഷെ അയൽക്കാർ ഒരിക്കലും മാറില്ല. അതുകൊണ്ട് അയൽക്കാരുമായി സൗഹൃദം സ്ഥാപിക്കണം. അവസാനമായി ആർക്കെങ്കിലും ഒരു ചോദ്യം ചോദിക്കണേ ചോദിക്കാം. സർ, നിങ്ങളുടെ അടുത്ത് എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഡിഫൻസ് സിസ്റ്റം വേൾഡിൽ 4ാമത്തെ റാങ്കിലാണ് ഉള്ളത്. അതിൽ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ 4ാമത്തെ സ്ഥാനത്താണുള്ളത്. സ്റ്റിൽ ഇതിൽ ഇനിയും ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുമോ? ഇനിയുള്ള ഈ 5 കൊല്ലങ്ങളിൽ നിങ്ങളുടെ തോട്ട് പ്രോസസ് എങ്ങനെയുണ്ടാവും? ഷുവർ BJP ഗവൺമെന്റേ വരൂ, 100% വരും. ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെയാണുള്ളത്. കൈയടിക്കൂ. പക്ഷേ 5 കൊല്ലം അല്ലെങ്കിൽ വരുന്ന 10 കൊല്ലങ്ങളിൽ നമ്മൾ 3rd അല്ലെങ്കിൽ 2nd അല്ലെങ്കിൽ 1st പൊസിഷനിലേക്ക് പോകാൻ ഞങ്ങൾ എത്ര ഇംപ്രൂവ്മെന്റ് പ്രതീക്ഷിക്കാം? ഇന്ത്യ ഇതിനു മുമ്പ് ഒരു വലിയ ഇമ്പോർട്ടറായിരുന്നു. നമ്മുടെ ഇന്ത്യ ഇന്ന് നമ്മൾ ലോകത്തിലെ ടോപ്പ് 25 എക്സ്പോർട്ടർ കൺട്രിയിൽ സ്ഥാനം നേടിയിട്ടുണ്ട് കഴിഞ്ഞ 10 വർഷത്തിനിടെ. അതേപോലെ നമ്മളൊരു ടാർഗറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. അത് എത്രയാണെന്ന് വെച്ചാൽ 2028-29 അവസാനിക്കുമ്പോൾ ഇന്ന് 20,000 ക്രോഴ്സിലുള്ള നമ്മുടെ എക്സ്പോർട്ട് ഏകദേശം ഒരു 50,000 ക്രോഴ്സ് വരെ എത്തും. അതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായിട്ട് താങ്കളുടെ പാർട്ടിയാണ് പദവിയിലുള്ളത്. അതിന്റെ വളർച്ചയും മനസ്സിലാക്കുന്നു. പക്ഷേ ഒരു സ്ട്രോങ് റൂളിംഗ് പാർട്ടി ഉള്ളപ്പോൾ ഒരു സ്ട്രോങ് ഓപ്പോസിറ്റ് പാർട്ടി ഉള്ളത് വളരെ മുഖ്യമാണെന്നുള്ളത് സാർ സമ്മതിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് പറയാമോ? തീർച്ചയായും വേണം. അത് അത്യാവശ്യമാണ്. ഇതില് എന്റെ ഭാഗത്ത് എന്ത് തെറ്റാ ഉള്ളത്? ഞങ്ങളുടെ പാർട്ടിയുടെ ഭാഗത്ത് എന്ത് തെറ്റാ ഉള്ളത്? ഇത് അവരാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യൻ ഡെമോക്രസിക്ക് ഇത് കൂടിയേ തീരൂ. സ്ട്രോങ് ഓപ്പോസിറ്റ് പാർട്ടി ഉള്ളത് വളരെ പ്രധാനമാണെന്ന് താങ്കൾ agree ചെയ്യുന്നു. 100% എഗ്രി ചെയ്യുന്നു. പക്ഷേ അതായത് opposition നിങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ലല്ലോ. അതായത് അർത്ഥമുള്ള ജീവിതം ജീവിക്കുന്നതൊരു കലയാണ്. അങ്ങനെ ജീവിക്കാനുള്ള കല അവരുടെ അടുത്ത് ഇല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണിങ്ങനെ. സ്ഥിതിഗതികൾ വളരെ മോശമാണ്. മോദി സാറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹവും ഉറങ്ങാറില്ല, ഓപ്പോസിഷനെ ഉറങ്ങാൻ സമ്മതിക്കുന്നുമില്ല. ഞാൻ എന്റെ മിനിസ്റ്റേഴ്സിനെയും ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കെ അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ ജഡ്ജിയായ പ്രദീപ് സിംഗിന്റെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക്. ആപ്കെ അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്ററായ രാജ്നാഥ് സിംഗ് ആണ്. നമ്മൾ രാജ്നാഥ് സിംഗിനോട് അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യങ്ങളെക്കുറിച്ച് പല കാര്യങ്ങളും ചോദിച്ചു. ഡിഫൻസ് മിനിസ്റ്ററിയെക്കുറിച്ച് ചോദിച്ചു, പ്രതിപക്ഷത്തെക്കുറിച്ച് ചോദിച്ചു, പിന്നെ കേജ്രിവാളിനെ കുറിച്ച് ചോദിച്ചു. ഇപ്പോൾ ആപ്കെ അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ ജഡ്ജിയായ ഫേമസ് ജേർണലിസ്റ്റ് പ്രദീപ് സിംഗിന്റെ ജഡ്ജ്മെന്റ് നോക്കാം. രാജ്നാഥ് സിംഗ് കഴിഞ്ഞ 50 കൊല്ലങ്ങളില് രാഷ്ട്രീയ ജീവിതമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അടുത്തുള്ള പ്രത്യേക സവിശേഷത നമ്മുടെ നാടിലെ ചില നേതാക്കന്മാരുടെ അടുത്തേ ഉണ്ടാവൂ. അതാണ് അദ്ദേഹത്തിന്റെ ബഹുമാനപ്പെട്ട ഭാഷ, അദ്ദേഹത്തിന്റെ ബഹുമാനപ്പെട്ട പ്രവൃത്തിയും. അദ്ദേഹത്തിന്റെ വലിയ ശത്രുക്കളെക്കുറിച്ചും സംസാരിക്കുമ്പോഴും ശരി, വളരെ വ്യക്തമായാണ് സംസാരിക്കുന്നത്. ഇതുപോലുള്ള നേതാക്കന്മാർ നമ്മുടെ നാടിന് വളരെ അത്യാവശ്യമാണ്. മറ്റൊരു കാര്യം, ജനങ്ങൾക്ക് എന്താണ് ആവശ്യം എന്ന് ആദ്യം അറിയണം. 2013 അതിന്റെ വലിയ ഉദാഹരണം. അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ ഒരുപാട് നേതാക്കന്മാർ, വലിയ നേതാക്കന്മാർ, ജനങ്ങൾക്ക് ആരാണ് വേണ്ടതെന്ന് തീരുമാനിക്കാൻ കഴിഞ്ഞില്ലായിരുന്നു. പിന്നീടാണ് മനസ്സിലായത് നമ്മുടെ നാടിന് നരേന്ദ്രമോദിയാണ് വേണമെന്ന്. പാർട്ടിയുടെ നാഷണൽ ലീഡറായി ഇദ്ദേഹമാണ് നരേന്ദ്രമോദിയെ പ്രൈം മിനിസ്റ്റർ സ്ഥാനത്തേക്ക് നോമിനേറ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ചത്. അതോടൊപ്പം ഇദ്ദേഹത്തിന്റെ ഒരു തീരുമാനം കൊണ്ട് BJPയുടെയും ഈ നാടിന്റെയും ഭാവിയും തലയിലെഴുത്തും മുഴുവനും മാറിയത്. സോ ഭാരതീയ ജനതാ പാർട്ടി മാത്രമല്ല, ഈ നാടിലുള്ള എല്ലാ പാർട്ടിക്കും ഇതുപോലുള്ള ഒരു നേതാവ് അത്യാവശ്യമാണ്. കോടതി രാജ്നാഥ് സിംഗിനെ എല്ലാ കുറ്റങ്ങളിൽ നിന്നും വിമുക്തനാക്കുന്നു. ശ്രീ രാജ്നാഥ് ഇതുപോലെ തന്നെ ജനങ്ങൾക്ക് സേവനം ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ പ്രശസ്തി ഉന്നതിയിൽ കൊണ്ടുപോകും. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നമ്മുടെ ബോർഡർ എല്ലാം വളരെ സുരക്ഷിതമായിരിക്കും. നമ്മുടെ പട്ടാളത്തിന്റെ ആത്മവിശ്വാസം ഉയർത്തും എന്ന വിശ്വാസത്തോടു കൂടി തന്നെ ഇന്നത്തെ വിചാരണ ഇതോടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു അതിഥിയോടൊപ്പം നിങ്ങളെ വന്ന് കാണുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.